BJP അനിവാര്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം 70 വർഷമായിട്ട് ഇവരുടെ ഭരണം കാണുകയാണ്. LDF, UDF അല്ലെങ്കിൽ LDF ഇങ്ങനെ മാറി മാറി ഭരിച്ച് കേരളത്തെ മുടിച്ചവരാണ്. RSS എന്ന് പറയുന്നത് ഭയങ്കര വർഗീയ സംഭവമാണ്. ഒരു ഹിന്ദു വർഗീയം പറയുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. RSSകാരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണോ കുടുംബജീവിതം പോലും വേണ്ട എന്ന് വെച്ചത്? സ്വാർത്ഥപരമായി ഒന്നും മോഹിക്കാതെ എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി, സ്വന്തം നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. ആറന്മുളയിൽ നിന്നും ആദ്യമായിട്ടൊരു BJP MLA ഉണ്ടാവുകയാണെങ്കിൽ 70 വർഷം കൊണ്ട് LDFനും UDFനും ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ 5 വർഷം കൊണ്ട് ചെയ്യും. എനിക്ക് കേന്ദ്രത്തിൽ എല്ലാ സഹായവും ചെയ്തു തരാൻ ഒരു ശക്തനായ പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പദ്ധതികളും ജനക്ഷേമ പരിപാടികളും ഒന്നും വേണ്ട എന്ന് പറയുന്ന MLA അല്ല. അതൊന്നും വേണ്ട എന്നാണല്ലോ ഇതുവരെ പറയുന്നത്. കേരയിൽ എന്ന് പറഞ്ഞ ഒരു വികസിത സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കിനും താങ്കൾ അതിനെ എതിർക്കുകയുണ്ടായി. ഈ ഗവൺമെൻറ്റിന് ഒരു കേരളിനെ പറ്റി പറയാൻ എന്താ ആവശ്യം? കാരണം ഇവിടുത്തെ കേരളത്തെ റെയിൽവേ വികസിക്കാത്തതിൻ്റെ കാരണം എന്താ? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തതാണ്. ഒരു കേരയിൽ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഭൂമിയും നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, ഇത്രയധികം ദുരിതവും ദുരന്തവും ഉണ്ടാക്കി ഒരു വികസനം കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ തവണ നമുക്ക് ആ ഒരു ആചാര ലംഘനമായിരുന്നെങ്കിൽ ഇത്തവണ നമുക്ക് കളവ് തന്നെയാണ് അവിടെ നടന്നത്. ഒരു മതേതര രാഷ്ട്രം എന്തിനാണ് ഒരു മതസ്ഥാപനം സർക്കാർ ഭരിക്കുന്നത്? എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് അവർ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേത്രത്തിന് വിശ്വാസം സംരക്ഷിക്കാനല്ല. പക്ഷെ ആറന്മുളയിൽ നമുക്കിവിടെ ഒരു എയർപോർട്ട് വരാൻ വേണ്ടി ഒരു പദ്ധതി വന്നപ്പോഴത്തേക്കിനും BJPയും മറ്റു പാർട്ടികളൊക്കെ ചേർന്ന് അത് എതിർത്തു, അത് ഇല്ലാണ്ടാക്കി. അത് ഒരു എയർപോർട്ടാക്കി മാറ്റിയെടുക്കാൻ അപേക്ഷ നൽകി രംഗത്ത് വന്ന ആളുകൾക്ക് ട്രാക്ക് റെക്കോർഡുണ്ട്. ഒരു വിമാനത്താവളം നടത്താൻ ഉള്ള ശേഷിയുള്ളവരാണ് അല്ല, അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ്. അപ്പോൾ വിമാനത്താവളത്തിൻ്റെ മറവിൽ ഈ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നികത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി കോടികൾ സംഭരിക്കാനുള്ള നീക്കം അതിൻ്റെ പിന്നിലുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണോ അതൊക്കെ ചെയ്യുന്നത്? പിന്നല്ലാതെ എന്താ? സ്വയം 70 വർഷമായിട്ടല്ലേ ഇവരൊക്കെ ഭരിക്കില്ലേ? 70 വർഷമായിട്ട് ഈ നാടിനൊന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞു. എന്നോടൊക്കെ ചോദിച്ചു, നിങ്ങളെന്താ ഈ ഇങ്ങനെ ചെളിവാരി അറിയാത്തത്? ഞാൻ പറഞ്ഞ, ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ആളുടെ ഇനി ആനന്ദിനാ ചെളിയത്. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തന്റെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഞാൻ വോട്ടറായിട്ടുള്ള മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്, ശ്രീ കുമ്മനം രാജശേഖരൻ. നമസ്കാരം രാജേട്ടൻ ടു ചാറ്റ് വിത്ത് ഭക്തൻ. സുഖല്ലേ? സുഖം. എങ്ങനെയുണ്ട് ഇവിടുത്തെ ആറന്മുളയിലെ തെരഞ്ഞെടുപ്പ് ചൂടും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ആറന്മുളയ്ക്ക് എനിക്ക് പണ്ടേ പരിചയമുള്ളൊരു സ്ഥലമാണ്. പുതിയതല്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം എല്ലാവരും അറിയാം. ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സ്വാഭാവികമായി വോട്ട് ചോദിക്കും. എനിക്ക് വോട്ട് ചെയ്യണം. ആ ഒരു മാനസികാവസ്ഥയിൽ ഒരു വലിയൊരു സമീകരണം, ഒരു സമന്വയം ഞങ്ങളെ എല്ലാ ഹൃദയങ്ങൾ തമ്മിലുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസാധ്യമായ ഒരു കാര്യമായിട്ടോ ഒരു പുത്തൻ കാര്യമായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്തായാലും എൻ്റെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ രണ്ടാമത്തെ ആളായിട്ടാണ് എനിക്ക് താങ്കളെ കിട്ടുന്നത്. വീണ ജോർജ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ഞാൻ നേരത്തെ ചെയ്തിരുന്നു. അബിൻ വർക്കിയെ കിട്ടുമായിരിക്കും, എനിക്കറിയില്ല, കിട്ടിയിട്ടില്ല ഇതുവരെ. എന്തായാലും എനിക്ക് താങ്കളോടും ആ രീതിയിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് രാജേട്ടൻ്റെ ചെറുപ്പകാലത്തേക്ക് വരാം. രാജേട്ടൻ സ്കൂൾ അതായത് കുമ്മനം എന്ന് പറഞ്ഞ കോട്ടയത്തടുത്തുള്ള ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് ശരിക്കും അദ്ദേഹം ജനിച്ചത്. അതാണ് കുമ്മനം രാജശേഖരൻ എന്ന പേര് വരാൻ കാരണം. സോ അങ്ങനെ കുമ്മനത്ത് ജനിച്ചു. CMS കോളേജിലാണ് പഠിച്ചതൊക്കെ അല്ലേ? കോട്ടയത്ത് CMS കോളേജിൽ പഠിച്ചു. അത് അദ്ദേഹം പഠിച്ചത് BSc ബോട്ടണിയാണ്. ബോട്ടണി പഠിച്ചു. ബോട്ടണി പഠിച്ചിട്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ട് ഡിപ്ലോമ എടുത്തു ജേർണലിസത്തില്. ബോട്ടണിയിൽ നിന്നും ഡിപ്ലോമയിലേക്ക് പോയി. ഓക്കെ, അത് തമ്മിലൊരു ബന്ധമില്ലാത്തൊരു ടോപ്പിക് ആയിരുന്നു. ബോട്ടണി വിഷയം എനിക്ക് സ്വാഭാവികമായും പ്രകൃതിയുമായും ഇഷ്ടമായിരുന്നു. സസ്യജാലങ്ങളുമായും ഒക്കെ ഉള്ളൊരു ഹൃദയബന്ധം കൊണ്ട് ആ വിഷയം തിരഞ്ഞെടുത്തതാണ്. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ നിന്നും ഭിന്നമായ ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പത്രപ്രവർത്തനവും ഈ പറഞ്ഞ പോലെ തന്നെ ഈ പ്രകൃതിയെ സംരക്ഷിക്കാനും പ്രകൃതിയെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കാനും കിട്ടുന്ന ഒരു പ്രവർത്തന മണ്ഡലമാണ് പത്രപ്രവർത്തനം. അതിലേക്ക് ഞാൻ അതിലേക്ക് വ്യാപരിച്ചു. പത്രപ്രവർത്തന രംഗത്തേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെയാണ് ഡിപ്ലോമ എടുത്ത് പത്രങ്ങളിലേക്ക് കടന്നു, പത്ര സ്ഥാപനങ്ങളിലേക്ക് കടന്നു. അതിനുശേഷം ആ സമയത്ത് ദീപിക പോലെയുള്ള പല മാധ്യമങ്ങളിലും ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചാണ് ശരിക്കും ഒരു കരിയർ ആരംഭിക്കുന്നത്, അതെ. അല്ലേ? അപ്പൊ അങ്ങനെ ജേർണലിസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ലഭിക്കുന്നു, അവിടേക്ക് പോകുന്നു, ഏതാനും വർഷങ്ങൾ അവിടെ ജോലി ചെയ്യുന്നു. അവിടെ നിന്നാണ് ശരിക്കും പതുക്കെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇല്ല. ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന പലരും ഈ കക്ഷി രാഷ്ട്രീയത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ, രാഷ്ട്രത്തിന്റെ വിഷയങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ച് എപ്പോഴും ഉത്കണ്ഠാകുലനാകുകയും ആ പ്രശ്നങ്ങൾക്ക് വേണ്ടി പൊതുപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നതെല്ലാം രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഞാനതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ആ നിലയ്ക്ക് എൻ്റെ പ്രവർത്തനങ്ങൾ, ഞാൻ വ്യാപരിച്ചിരുന്ന മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സാമൂഹ്യ രംഗമാണ്. ഓക്കെ. അപ്പോൾ എനിക്ക് പത്രപ്രവർത്തനം നടത്തിയ എൻ്റെ പരിചയത്തെ എനിക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്താൻ രാഷ്ട്രീയത്തിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ. ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് വരുന്നത് വാസ്തവത്തിൽ കുമ്മനം ഗോവിന്ദപിള്ള എന്ന് പറയുന്ന അദ്ദേഹമാണ് ദീപിക ദിനപത്രത്തിൻ്റെ സ്ഥാപക പത്രാധിപർ, ചീഫ് എഡിറ്റർ. ഓക്കെ. അപ്പോൾ ഞാൻ പാസ്സായി കഴിഞ്ഞപ്പോൾ ഫാദർ കൊളംബിയർ ആയിരുന്നു ദീപിക ദിനപത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ. അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് എന്നെ വിളിച്ചു, ഇവിടെ വരണം, നമ്മൾ തമ്മിലൊരു കുടുംബ ബന്ധമുണ്ടെന്ന് പറഞ്ഞു. ശരി. അപ്പോൾ പലരും ചോദിച്ചു, ദീപിക പോലൊരു പത്രത്തിലേക്ക് നിങ്ങൾ പോയാൽ എങ്ങനെയാണ്? അപ്പോൾ എനിക്കതൊരു വലിയ ഒരു ഏതെങ്കിലും വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല. പത്രപ്രവർത്തനത്തേക്ക് വരുമ്പോൾ എൻ്റെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ട്, പത്രരംഗവുമായി ചില ബന്ധങ്ങളുണ്ട്. പിന്നെ ദേശബന്ധു ദിനപത്രത്തിൻ്റെ മുഴുവൻ നിയമ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് എൻ്റെ അച്ഛനാണ്. അപ്പോൾ ആ ദിനപത്രത്തിലും ഞാൻ ചെറുപ്പത്തിൽ തന്നെ അവിടെ പോയിരിക്കുമായിരുന്നു, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പത്രപ്രവർത്തന രംഗമായിട്ടൊരു ഹൃദയബന്ധമുണ്ടായി. അങ്ങനെയാണ് രംഗത്ത് വരുന്നത്. ആദ്യം ദീപിക, പിന്നെ ഏതാണ്ട് 6-7 പത്രങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. ഓക്കെ. പത്രപ്രവർത്തനം എന്ന് പറയുന്ന ഒരു പൊതുജന സേവനമാണ്. അതെ. അത് ഒരു ജോലി എന്നുള്ള നിലയ്ക്കല്ല. നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ മുഴുവൻ അറിയുക, പ്രതികരിക്കുക, അങ്ങനെ അതിലൂടെ കിട്ടുന്ന ഒരു മെയ്വഴക്കമുണ്ട്. അത് നമ്മുടെ പൊതുപ്രവർത്തനത്തെ ശക്തിപ്പെടുത്തും. അങ്ങനെയാണ് ഞാൻ FCIയിലേക്ക് വരുന്നു. FCIയിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ കാല അടിയന്തരാവസ്ഥയാണ്. അടിയന്തരാവസ്ഥയെ പ്രത്യേകിച്ച് ഒരു പത്രപ്രവർത്തനം ഒന്നും ചെയ്യാൻ, കാരണം പ്രസ് റിലീസ് കിട്ടും, അത് അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചാൽ മതി. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നൊരു അപ്പോയിൻമെൻ്റ് ഓർഡർ വരികയാണ്. ഞാൻ FCIയിലെ ബോട്ടണി ആയിരുന്നതുകൊണ്ട് കൂടിയായിരിക്കാം. അപ്പം ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ അതോടൊപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ അടിയന്തരാവസ്ഥക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. പിന്നീട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ ജന്മഭൂമി ദിനപത്രം, വൈകുന്നേരങ്ങളിൽ അവിടെ പോയി ആ പത്രത്തിൽ വർക്ക് ചെയ്യുമായിരുന്നു. 5 മണി വരെയുള്ളൊരു പത്രാഫീസിൽ ഫുഡ് കോർപ്പറേഷനിൽ 5 മണി വരെ മതി. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം അതെ ഫ്രീ ആണ്. രാത്രി 12 മണി വരെയും പത്രത്തിലും വൈകുന്നേര സമയങ്ങളിലാണ് പ്രവർത്തിക്കാൻ നമുക്ക് നിയുക്തരാകുന്നു. അവിടെ പോയി പ്രവർത്തിക്കുന്നു. അങ്ങനെ BSc എടുത്ത ബോട്ടണി വിഷയമായിരുന്നാലും പത്രപ്രവർത്തനമായിരുന്നാലും അതിനുശേഷം ഫുഡ് കോർപ്പറേഷനിലെ ജോലിയായിരുന്നാലും ഇതെല്ലാം ഒരു ജീവിതത്തിലെ ഓരോരോ ഘട്ടങ്ങളാണ്. ഓക്കെ. എന്തായാലും പത്രപ്രവർത്തകരായിരുന്ന 2 സ്ഥാനാർത്ഥികളാണ് നമുക്കിപ്പോൾ ആറന്മുള മണ്ഡലത്തിലുള്ളത്, താങ്കളും വീണ ജോർജും. എബിൻ വർക്കിയുടെ ഹിസ്റ്ററി ഞാൻ നോക്കിയിട്ടില്ല, എനിക്കറിയത്തില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു പത്രപ്രവർത്തകനായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് എന്തായാലും പോട്ടെ. ശരിക്കും അങ്ങനെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന സമയത്താണല്ലോ താങ്കളൊരു മുഴുവൻ സമയ RSS പ്രവർത്തകനായിട്ട് മാറുന്നത്. ശരിക്കും RSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് പൊതുവെ ഇപ്പോഴത്തെ കാലത്ത് ആളുകൾക്കൊരു തെറ്റായ ഒരു ധാരണയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. RSS എന്ന് പറയുന്നത് ഭയങ്കര വർഗീയ സംഭവമാണ്, ഒരു ഹിന്ദു വർഗീയം പറയുന്ന ഒരു പ്രസ്ഥാനമാണ് RSS എന്ന് പറയുന്നത്. RSS എന്ന് പറയുമ്പോൾ തന്നെ അതുകൊണ്ടാണല്ലോ ഈ സംഘി എന്നൊക്കെ പറഞ്ഞ ആളുകളെ വിളിച്ച് കളിയാക്കുന്നത്. ശരിക്കും എന്താണ് RSSന്റെ പ്രധാന അജണ്ട എന്താണ് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നിന്ന് താങ്കളെക്കാൾ നല്ലൊരാളുണ്ടാവില്ല. ഞാൻ 8ാം ക്ലാസ്സിലാണ് RSSന്റെ പ്രവർത്തനത്തിൽ പ്രവേശിക്കുന്നത്.
എൻ്റെ നാട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ RSൻ്റെ പ്രചാരകനായി മാധവൻ ഉണ്ണി എന്ന് പറയുന്ന തൃശ്ശൂർക്കാരൻ അദ്ദേഹം വന്നു. ഇവിടെ ഒരു പ്രവർത്തനം ഇല്ലായിരുന്നൊരു സമയമാണ്. അദ്ദേഹം ഇങ്ങനെ ചുറ്റി നടന്ന് ചെറുപ്പക്കാരെയൊക്കെ കാണുകയും വീടുകളിലൊക്കെ സന്ദർശിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ വീട്ടിലും വന്നു. അപ്പം അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ ഇവിടെ ശാഖ തുടങ്ങണം. അപ്പം അച്ഛനും RSSൻ്റെ സംസ്ഥാന സംഘചാലകൻ, പ്രാന്ത സംഘചാലകൻ എന്ന് വെച്ചാൽ സംസ്ഥാന അധ്യക്ഷനാണ്. ഗോവിന്ദമേനോൻ കോട്ടയത്ത്, അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ്, എൻ്റെ അച്ഛൻ അഡ്വക്കേറ്റാണ്. അപ്പോൾ അവർ തമ്മിൽ വളരെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഗോവിന്ദമേനോനും പറഞ്ഞു കുമ്മനത്ത് ഒരു ശാഖയൊക്കെ തുടങ്ങണം എന്ന് അച്ഛനോട് പറഞ്ഞു. അതിന് വേണ്ട സഹായമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാധവനുണ്ണി വീട്ടിൽ വന്നു. ഗോവിന്ദമേനോൻ പറഞ്ഞനുസരിച്ച് വന്നതാണ്. ശാഖയിൽ പോകാൻ അതിനെന്താ, തുടങ്ങണം. അങ്ങനെയാണ് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ RSൻ്റെ ശാഖയിലേക്ക് വന്നു. ഞാൻ പല മുഖ്യശാഖയായിട്ടും ഒക്കെ അവിടെ പ്രവർത്തിച്ചു. എൻ്റെ സ്കൂൾ ജീവിതത്തിലും പിന്നീട് കോളേജ് ജീവിതത്തിലും എല്ലാം കിട്ടുന്ന സമയമൊക്കെ അങ്ങനെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ചു. അപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്നെ ഒരു വർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്ന പല രംഗങ്ങളും ഞാൻ അഭിമുഖീകരിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഫുഡ് കോർപ്പറേഷൻ തന്നെ വർക്ക് ചെയ്യുമ്പോൾ പലരുമായിട്ട് ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു സംശയങ്ങൾ ചോദിക്കും. ഞാൻ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന മേരി ക്രിസ്ത്യാനിയാണ്, തൊട്ടപ്പുറം വേറൊരാളൊരു മുസ്ലിമാണ്. ഞങ്ങളൊരു മുറിയിൽ, ഞാൻ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് അവിടുത്തെ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നോട് ഈ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, എൻ്റെ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ട് നിങ്ങൾക്ക്, നമ്മൾ ഇത്രയും മണിക്കൂറുകൾ ഇവിടെ നിന്ന് ഞാൻ പണിയെടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പരാമർശനം എന്നിൽ നിന്നുണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതി, നിങ്ങളുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വാക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? പരിപാടിയിലും ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനെന്തിനാ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കും? മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് നിങ്ങൾ വിടുക. പക്ഷേ ഞാൻ ആരാണെന്ന് എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഒക്കെ വീടുകളിൽ ഞാൻ പോകുന്നുണ്ട്, അവിടുത്തെ വിവാഹങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്, അവരുടെ എന്തെങ്കിലും ഒരു മരണമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ചടങ്ങുകളിൽ പോയി പങ്കെടുക്കാറുണ്ട്, വീടുകളുമായിട്ടൊക്കെ ബന്ധമാണ്. അതുകൊണ്ട് ഒരിക്കലും മതവിദ്വേഷം ഉണ്ടാക്കുന്ന വർഗീയ പരാമർശനങ്ങൾ വ്യാപൃതനാകുന്ന ഒരു കാര്യങ്ങളിൽ ഞാൻ ഇടപെട്ടില്ലെന്ന് അവർക്ക് തന്നെ അനുഭവമാണ്. അപ്പോൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്, അല്ല പ്രസംഗിച്ച് നടക്കുക എന്നുള്ളത്. ഇന്നിപ്പം മതേതരത്വം മതസൗഹാർദ്ദമൊക്കെ പ്രസംഗിക്കാനുള്ള വിഷയമാണ്. RSകാരെ സംബന്ധിച്ചിടത്തോളം ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണോ കുടുംബജീവിതം പോലും വേണ്ട എന്ന് വെച്ചത്? RSൻ്റെ പ്രചാരകനാകണമെങ്കിൽ, ഞാൻ പ്രചാരകനായതാണ്, പ്രചാരകനാകണമെങ്കിൽ വീട് വിട്ടിറങ്ങി മുഴുവൻ സമയം സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കണം, സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കണം. വീട് വിട്ടിറങ്ങി എന്നുവെച്ചാൽ വേറൊരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കണം. ഒരു കൈൻഡ് ഓഫ് സന്യാസമാണോ അത്? സന്യാസം ഇതുമായിട്ടുള്ള വ്യത്യാസമുണ്ട്. സന്യാസത്തിൻ്റെതായിട്ട് മാർഗനിർദ്ദേശങ്ങളുണ്ട്, അതിനുള്ള ചടങ്ങുകളുണ്ട്. അപ്പോൾ ഒരിക്കൽ ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു, ഈ RSS സ്വയം സേവക്സ് ആർ വൈറ്റ്, വെള്ള ഷർട്ടിട്ട സന്യാസിമാരാണ്. അതെ, പ്രവർത്തനത്തിൻ്റെ കാഴ്ചപ്പാടൊന്നു തന്നെയാണ്. എന്നുവെച്ചാൽ സ്വാർത്ഥപരമായി ഒന്നും മോഹിക്കാതെ എല്ലാം രാഷ്ട്രത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി, സ്വന്തം നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുക, ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് 87-ൽ ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് രാജിവെച്ച് മുഴുവൻ സമയ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരാളാണ്. ഓക്കെ, നമ്മൾ ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ 2 മുന്നണികളാണ് പ്രധാനമായിട്ടും കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. LDF മാറും, കോൺഗ്രസ് വരും, പിന്നെ LDF വരും, കോൺഗ്രസ് വരും, അങ്ങനെയാണ് വന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞൊരു 10 വർഷമായിട്ട് LDF തുടർ ഭരണം വന്നു. BJP കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് താങ്കൾ സംസ്ഥാന അധ്യക്ഷനായിട്ട് ഇവിടെ ഇരുന്ന ആളാണ്. ഇത്രയും വർഷത്തെ ഈ ഒരു പ്രവർത്തനം കാരണം ഓരോ വർഷവും, ഓരോ 5 വർഷം കൂടുമ്പോഴും വോട്ട് പെർസെൻറ്റേജ് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും എന്തായിരിക്കാം BJPക്ക് ഇത്ര വർഷമായിട്ടും കേരളത്തില് ഒരു 3ാം മുന്നണിയായിട്ട് ഉയർന്നു വരാതിരിക്കാൻ കാരണമെന്നാണ് താങ്കൾ വിലയിരുത്തുന്നത്? ഒന്ന്, LDF UDF തുല്യ ശക്തികളാണ്. അവിടെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 1.5-2% വ്യത്യാസമാണ്. ഈ തുല്യ ശക്തികളായതുകൊണ്ട് അവർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 3ാമതൊരു ശക്തിക്ക് വളർന്നു വരാൻ വലിയ വിഷമമാണ്. അത് ഇവിടെ നിന്നല്ല, മറ്റു പല സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിരന്തരമായ ശ്രമത്തിലൂടെ സാധിക്കൂ. സ്ലോ ബട്ട് സ്റ്റഡി
ഓക്കെ. BJP കേരളത്തിൽ 1980-ലാണ് ഇവിടുത്തെ പ്രവർത്തനം, പാർട്ടി എന്നുള്ള നിലയ്ക്ക് ദേശീയ തലത്തിലും എല്ലാം പ്രവർത്തനം ആരംഭിച്ചത്. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് വോട്ട് ചോദിച്ച് ഓരോ മണ്ഡലങ്ങളിൽ വേരുകൾ കടന്നു ചെന്നെത്തിയത് അതിനുശേഷമാണ്. അപ്പോൾ അതിൻ്റെ പഴയകാല ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വളർച്ച മുന്നോട്ട് പോകുന്നത് അത് ക്രമാനുഗതമായി വർദ്ധിച്ചു വരികയാണ്. അങ്ങനെയാണ് വളരേണ്ടത്. ഇനി രണ്ട് മുന്നണികളെയും തകർത്തുകൊണ്ട് മൂന്നാമതൊരു ശക്തി, ഒരു ബദൽ രാഷ്ട്രീയം കേരളത്തിന് സംഭാവന ചെയ്യാൻ BJP കഴിയും. BJP അനിവാര്യമാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം 70 വർഷമായിട്ട് ഇവരുടെ ഭരണം കാണുകയാണ്. LDF, UDF അല്ലെങ്കിൽ LDF ഇങ്ങനെ മാറി മാറി ഭരിച്ച് കേരളത്തെ മുടിച്ചവരാണ്. ഓക്കെ. കേരളത്തിന് ഒരു മേൽഗതി നാളിതുവരെ ഉണ്ടായിട്ടില്ല എന്ന തിരിച്ചറിവ് ഈ കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. അതുകൊണ്ട് ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുകയാണ്. മാറാതെ നിൽക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്, അതൊക്കെ മാറണം എന്നാഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രസക്തിയുണ്ട്. BJPക്കാണ് ഇന്ന് പ്രസക്തിയുള്ളത്, NDAക്ക് പ്രസക്തിയുണ്ട്. കാരണം LDF, UDF കണ്ട് മടുത്തവരാണ് ഈ നാട്ടിലെ ജനങ്ങൾ. ഇന്ന് നാടിൻ്റെ ഈ മുരടിപ്പിന് കാരണം അവരാണെന്ന് ജനം മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് വളർച്ച എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു വലിയ കാറ്റടിച്ച് ലക്ഷങ്ങൾ ഇങ്ങനെ വാരിക്കോരി വോട്ട് നേടിയെടുക്കാനൊന്നും സാധിക്കില്ല കേരളത്തിൽ. കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഓരോ വോട്ടർമാർക്കും വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അത് മാറണമെങ്കിൽ അത് ബോധ്യപ്പെട്ടു വരണം. അത് വരികയാണ്, ഉറച്ച വോട്ടാണ്. അത് കൂടിക്കൂടി വരികയാണ്, ഇനിയും കൂടും. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത്, അവസാനം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം പിടിച്ചു. അവിടെ 50 സീറ്റുകളോളം പിടിച്ചു. മുനിസിപ്പാലിറ്റികൾ കിട്ടിയിട്ടുണ്ട്, പഞ്ചായത്തുകൾ ധാരാളം ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വളരും. ഒരു സംസ്ഥാനത്തിന്റെ വളർച്ചയില് ആ സംസ്ഥാനത്തിന്റെ സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഒരു നല്ലൊരു ബന്ധം ഉണ്ടാകണം എന്നാണ് പൊതുവെ പറയുന്നത്. ആ ഒരു ബന്ധം കേരളത്തിന് ഇപ്പോഴും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക? അത് തെറ്റായിട്ടുള്ള വ്യാഖ്യാനമാണ്. ഓക്കെ. കേരളത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറയുന്നത് നമുക്കൊന്നും കിട്ടുന്നില്ല, കേന്ദ്രം നമ്മളെ അവഗണിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി എപ്പോഴും. സ്വന്തം പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയാണ്. ചോദിച്ചിട്ട് എന്താ കിട്ടാത്തത് അത് പറയുന്നില്ലല്ലോ. അതേസമയം കേരളത്തിന് നീട്ടി പല പദ്ധതികളും വേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. PMC പദ്ധതി എന്താ കേരളം പങ്കെടുക്കാത്ത? അതിൽ കാരണം ഒരു സ്കൂളിന് 1 കോടി രൂപ കിട്ടുന്നു, അത് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ഓരോരോ പദ്ധതികളും വേണ്ട എന്നാ പറയും. ഇപ്പൊ ജൽജീവൻ പദ്ധതി എല്ലാ സ്ഥലത്തിനും വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയാണ്, കേരളത്തിൽ പൂർത്തിയാവുന്നില്ല. ഓക്കെ. നാഷണൽ ഹൈവേ കേരളത്തിൽ പൂർത്തിയാവുന്നില്ല. അപ്പൊ കേന്ദ്രം ഏത് കാര്യത്തിലാണ് കേന്ദ്രം അവഗണിക്കുന്നത്? യാതൊരു ലക്കും ലഗാനവും ഇല്ലാതെ കടമെടുക്കാൻ അനുവദിക്കണം, അതാണോ? അല്ലല്ലോ. നമ്മുടെ മൊത്തം ആഭ്യന്തര വരുമാനത്തിന്റെ 3% മാത്രമേ കടമെടുക്കാൻ പാടുള്ളൂ. മറ്റ് ചില സ്ഥലങ്ങളിൽ 10% പല സംസ്ഥാനങ്ങളുണ്ട്. ഇവിടെ 27% എടുത്തു കഴിഞ്ഞു കടമെടുക്കുന്നു. ഏതാണ്ട് 5.5 ലക്ഷം കോടി രൂപയോളം കടമെടുത്തു കഴിഞ്ഞു. അപ്പം അങ്ങനെയൊരു സംസ്ഥാനത്തിന് ഇവിടുത്തെ റവന്യൂ വരുമാനമില്ല, എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണേ, ആഭ്യന്തര വരുമാനമില്ല. ഇങ്ങനെയൊരു സംസ്ഥാനത്ത് എന്ത് സഹായം ചെയ്തു കൊടുക്കേണ്ടത്? ഏത് സഹായമാണ് ചോദിച്ചിട്ട് തരാത്തത്? 5 കിലോ അരി കൊടുക്കുന്നുണ്ട്, 15.5 ലക്ഷം ടൺ അരി കൊടുക്കുന്നുണ്ട്. അരി ആവശ്യത്തിന് കിട്ടുന്നില്ല. പിന്നെന്താ വേണ്ടത്? റെയിൽവേ, കേരളം ചോദിക്കുന്ന റെയിൽവേ ചോദിച്ചതിനേക്കാൾ കൂടുതൽ റെയിൽവേ സർവീസുകൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് പ്രശ്നം? അപ്പോൾ വെറുതെ കുറ്റപ്പെടുത്തുകയാണ്. സ്വന്തം വീഴ്ച മറച്ചു വെക്കാൻ, ഈ പരാജയങ്ങളുടെ വിവരങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ കുറ്റം മുഴുവൻ കേന്ദ്രത്തിൽ വെക്കുക. കേരളത്തിൽ ഒരു കേന്ദ്രവിരുദ്ധ സമരം ഇല്ലല്ലോ, നാളിതുവരെയായി. ഇതിനു മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോൾ CPM-കാർ ദിവസവും കേന്ദ്രവിരുദ്ധ സമരമാണ്, കേന്ദ്രത്തിനെതിരെയായിട്ട് സമരവും ഭരണവും ആയിരുന്നു ഒരു കാലത്തുണ്ടായിരുന്നു. ഇപ്പം എന്താ ഒന്നുമില്ലാത്ത? ഒരു സമരം നടക്കുന്നില്ലല്ലോ. കാരണം ഇവിടെ എന്താ പറയാൻ? എന്ത് കാരണം പറഞ്ഞാണ്? അരി കിട്ടുന്നില്ല, പണ്ടൊക്കെ അതായിരുന്നു. അരി എവിടെ, തുണി എവിടെ, പറയൂ എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ എല്ലാം ഇവിടെ സുലഭമായിട്ട് കൊടുക്കും, ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നുണ്ട്. ശരിക്കും കേരളത്തില് ഈ പറഞ്ഞ പോലെ നമുക്ക് BJP-യുടെ ഇപ്പൊ MP നമുക്ക് തൃശ്ശൂര് സുരേഷ് ഗോപി വന്നു. അപ്പോ അദ്ദേഹം പറയുന്നത് ഒരു MP വരുമ്പോഴത്തേക്കിനും, അതും കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MP വരുമ്പോഴത്തേക്കിനും നമുക്ക് കുറെ അധികം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ കൂടുതൽ ആളുകൾ BJP എന്ന പാർട്ടിയിൽ നിന്നും വന്നു കഴിഞ്ഞാൽ കുറെ അധികം കൂടുതൽ സഹായം കിട്ടും കേന്ദ്രത്തിൽ നിന്നും
അങ്ങനെ ഒരു കാഴ്ചപ്പാടും കൂടെ ഒക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും വാസ്തവമാണോ? അതായത് കേന്ദ്രത്തോട് അടുത്ത് നിൽക്കുന്ന, കേന്ദ്രവുമായി സൗഹാർദ്ദത്തിലുള്ള ഒരു മന്ത്രിസഭ, ഒരു ഭരണം കേരളത്തിലുണ്ടായാൽ തീർച്ചയായിട്ടും അത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയും. ഡബിൾ എഞ്ചിൻ. അപ്പോൾ അത് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം കേന്ദ്ര പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാം. ഓക്കെ. ഇവിടെ ഒരു കേന്ദ്ര പദ്ധതിയും വേണ്ടാന്നല്ലേ പറയുന്നത്. ഓക്കെ. വേണ്ട എന്നല്ലേ പറയുന്നത്. ഇവിടെ ഓക്കെ. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത്. ഓക്കെ. എന്താ ഇവിടെ എയിംസ് വരാത്തത്? എയിംസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യരംഗം ഈ കേരളത്തിലെ മറ്റ് ഗവൺമെൻറ് ആശുപത്രികളെക്കാൾ മെച്ചപ്പെട്ട വലിയൊരു ആശുപത്രി കേന്ദ്രത്തിൻ്റെ വരികയാണ്. ഓക്കെ. അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ്. അതിന് സ്വകാര്യ ആശുപത്രികളുടെ പങ്കുണ്ടാവാം, കേരള സർക്കാരിൻ്റെ പങ്കുണ്ടാകും. രണ്ടു കൂട്ടരും കൂടി അതിനെ തടസ്സപ്പെടുത്തുകയാണ്. കേന്ദ്രത്തിൻ്റെ വൻ പദ്ധതികൾ ഇവിടെ വരണം. ഓക്കെ. കാർഷികോൽപാദനം വർദ്ധിക്കണം, വ്യവസായ രംഗത്ത് മാറ്റം ഉണ്ടാകണം, ധാരാളം വ്യവസായങ്ങൾ വരണം. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും പരമാവധി സഹായങ്ങൾ വാങ്ങുന്ന, അത് ഒരു ശീലമായി മാറുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടാകണം. ഓക്കെ. ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം രക്ഷപ്പെടും. ഓക്കെ. താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഗവർണർ ആകാൻ പറ്റി എന്നുള്ളതാണ്. മിസോറാം ഗവർണറായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ശരിക്കും ആ ഒരു സമയത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വലിയൊരു പൊസിഷൻ അല്ലേ? അപ്പൊ ആ ഒരു പൊസിഷനിൽ ഒരു വർഷം ഉണ്ടായിരുന്നു അല്ലേ? ഒരു വർഷക്കാലം ഇരുന്നപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും താങ്കളെ ആ സമയത്ത് കുറെ കളിയാക്കി. കാരണം ഒരാളെ കൊണ്ട് ഗവർണറാക്കി എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, അങ്ങനെയാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് താങ്കളുടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ സാധിച്ചു? ഒന്ന്, മിസോറം എന്ന് പറയുന്ന സംസ്ഥാനം വലിപ്പം നോക്കുമ്പോൾ കേരളത്തോളം തന്നെ വലിപ്പമുണ്ട്, കേരളത്തേക്കാൾ കൂടുതലുണ്ട്. ജനസംഖ്യ കുറവാണ്. പക്ഷെ അവിടുത്തെ ജനങ്ങൾ അച്ചടക്കമുള്ളവരാണ്. ഒന്ന്, റോഡിൽ വാഹനങ്ങൾ പോകുമ്പോൾ അവർ ഓവർടേക്ക് ചെയ്യില്ല, ഹോൺ അടിക്കില്ല. അതുപോലെ പബ്ലിക് അഡ്രസ് സിസ്റ്റം ഇവിടുത്തെ പോലെ അനൗൺസ്മെൻറ്റും നടത്തി അങ്ങനെ യാതൊരു വിധത്തിലുള്ള ശബ്ദ മലിനീകരണവും ഇല്ല. നല്ല സിവിക് സെൻസ് ഉള്ള ആൾക്കാർ. അതെ. റോഡുകളെല്ലാം വളരെ ക്ലീനാണ്. നമ്മളിപ്പോൾ വണ്ടിയിൽ നിന്നൊരു കടലാസ് എടുത്തിട്ടാൽ ആൾ വരും അതെടുത്ത് മാറ്റാൻ. അത് ജനങ്ങൾ തന്നെ ചെയ്യാം, അല്ലാതെ അതിന് ഗവൺമെൻറ് ഇതൊന്നുമില്ല. അപ്പം അത്ര ചിട്ടയോടുകൂടി ജീവിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ. അവിടെ ഈ പരസ്പരമുള്ള പഴിയാറലും ചെളിവാരിയേറിയലും ഒന്നുമില്ല. ഇവിടുത്തെ രാഷ്ട്രീയം പോലെയല്ല. അവരൊക്കെ ഹാൻഡ്ലൂം, ഹാൻഡിക്രാഫ്റ്റ് ഈ രംഗങ്ങളിലൊക്കെ നല്ല മികച്ച രീതി വെക്കുന്നു. പിന്നെ ഇവിടെയൊക്കെ ഒരു ഉരുൾപൊട്ടലുണ്ടായാൽ ഒരാഴ്ച 2 ആഴ്ചക്കാലം പത്രത്തിൽ അത് തന്നെയായിരിക്കും. അവിടെ ദിവസം ഇത് ലാൻഡ് സ്ലൈഡാണ്, കാരണം ഭൂമിയുടെ കിടപ്പതാണ്. പക്ഷേ അവർക്കറിയാം ഒരു ലാൻഡ് സ്ലൈഡ്, ഒരു ഉണ്ടാകും എന്നുള്ള വിവരം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് അതുപോലുള്ള വീടുകളാണ് അവർ വെച്ചിരിക്കുന്നത്. അത് ആ വീടങ്ങ് പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വേറൊരു വീട് വെക്കുകയാണ്. കാരണം മുളയും അതും ഇതൊക്കെ ഉപയോഗിച്ചുള്ള പ്രകൃതി സൗഹൃദമായിട്ടുള്ള വീടുകളാണ്. അപ്പോൾ അവർക്ക് പ്രകൃതിയോട് ഇതുപോലുള്ള പ്രതികൂല സാഹചര്യങ്ങളോട് മല്ലിട്ട് ജീവിക്കുന്നവരാണ്. സാഹസികമായ ഒരു മനോഭാവമുള്ളവരാണ്. നമുക്കറിയാം, ഫുട്ബോൾ ടീമിൽ, ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിൽ 4-5 പേര് മിസോറമിലുള്ളവരാണ്. പക്ഷെ അവിടെ ഒരു ഫുട്ബോൾ കോർട്ട് ആ സംസ്ഥാനത്ത് ആകെ 1-2 ഉള്ളൂ. അവർ റോഡിലാണ് കൊച്ചുകുട്ടികൾ പണ്ട് കളിച്ച് പഠിക്കുന്നു. അങ്ങനെ കഠിനാധ്വാനം ചെയ്ത് ഒരു ജിംനേഷ്യം, 2-3 ജിംനേഷ്യം ഉള്ള അവിടെ. പക്ഷെ വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ ഇന്ത്യയിലെ ചാമ്പ്യന്മാരായിട്ട് വരുന്ന അവിടെ നിന്നുള്ളവരാണ്. അപ്പോൾ അവരുടെ കഠിനാധ്വാനമാണ്, ലക്ഷ്യബോധം, ദിശാബോധം, അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള ശ്രമം, അത് അവിടുന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ഓക്കെ. ആ ഒരു പദവിയിൽ ഇരിക്കുമ്പോഴത്തേക്കിനും ശരിക്കും താങ്കൾ ഇത്രയും നാളും ഇരുന്നത് പോലത്തെ പല പൊസിഷനിൽ പല രീതിയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. പക്ഷെ ഗവർണർ പദവി ഒരു ഭയങ്കര അതൊരു എന്താ ഞാൻ പറയാ, അതൊരു വല്ലാത്തൊരു ഒരു ഡിഫറെന്റ് പൊസിഷൻ ആണല്ലോ. കാരണം പല തരത്തിലുള്ള ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് റെസ്പെക്ട് നമുക്ക് ആളുകൾ തരുന്നത്, ചുറ്റിനും പരിചാരകര്, എന്തിനും ഏതിനും സ്റ്റാഫ്, അതൊക്കെ ശരിക്കും ഒരു താങ്കളെ പോലെ ലൈഫ് സ്റ്റൈലുള്ള ഒരാൾക്ക് ഒരു ഡിസ്കംഫർട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? പാമ്പറിംഗ് അല്ലേ? ഞാൻ അതുമായിട്ട് അങ്ങ് ഇഴീച്ചേരിയായിരുന്നു. ഓക്കെ. ഒരു വാസ്തവം പറഞ്ഞാൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്ന രീതിയിലാണ് അതിൻ്റെ സാഹചര്യം. കാരണം അത്രയധികം സുരക്ഷാ വലയത്തിൻ്റെ ഉള്ളിലാണ് താങ്കൾ ഇങ്ങനെ അതുപോലെ വേറെ ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ സുരക്ഷയ്ക്ക് വേണ്ടി വരുന്നവരുടെ കൂടെ തന്നെ ഞാനും കൂടും. ഞാൻ ദിവസവും രാവിലെ 6:30 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഏതാണ്ട് 100-150ഓളം CRPF സുരക്ഷിതരായിട്ടുണ്ട്. ജീവനക്കാർ, സ്റ്റാഫ് ഉണ്ട്.
ഞാൻ രാവിലെ ഒരു 6-6:30 ആകുമ്പോഴത്തേക്ക് അവരുടെ വീടുകളിൽ പോകും. ഓരോ ദിവസവും ഓരോ വീട്ടിൽ നിന്ന് ചായ കുടിക്കും. ഓക്കെ. അവരുടെ വെച്ചാൽ ക്വാർട്ടേഴ്സ് CRPFകാരുടെ കൂടെ ഇരുന്ന് രാവിലെ അവരുടെ ക്യാൻറ്റീനുണ്ട്, അവിടെ പോയിരുന്ന് അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ ദിവസവും രാവിലെ അവരുമായിട്ട് ഇടപഴകി കഴിയുന്നതുകൊണ്ട് അവരുടെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ കിട്ടുന്ന സമയം മുഴുവൻ ഞാൻ കൂടുതലും ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വ്യാപനമായിട്ടുള്ള ഒരാളാണ്. ഞാൻ വിശ്വ ഹിന്ദു പക്ഷത്തിലുണ്ടായിരുന്ന കാലത്ത് 14 അനാഥ മന്ദിരങ്ങൾ ആരംഭിച്ച ഒരാളാണ്. അതുകൊണ്ട് ഈ അനാഥ മന്ദിരങ്ങളിൽ പോവുക, അവിടെ മദർലെസ് ബേബീസ് ഹോം എന്നായിരുന്നു അതിന് ഇട്ടിരുന്ന പേര്. എന്ന് പറഞ്ഞാൽ അമ്മമാരില്ലാത്ത കുട്ടികൾ അനാഥാലയം നമ്മളിവിടെ പറയുന്ന പോലെ. ഞാൻ പറഞ്ഞ ആ പേര് മാറ്റണം. അവർക്ക് ആര് പറഞ്ഞു അമ്മയില്ലെന്ന്? നിങ്ങളൊക്കെ തന്നെയല്ലേ, നിങ്ങൾ സംഘാടകരൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു ഫീൽ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ മാതൃനിർവിശേഷമായ സ്നേഹം അവർക്ക് കൊടുത്ത് അവരെ ആ പേരൊക്കെ മാറ്റി അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അത് വിസിറ്റ് ചെയ്യുകയായിരുന്നു എൻ്റെ ഒരു പ്രധാനപ്പെട്ട പരിപാടി. അതുകൊണ്ട് എനിക്കൊരു ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടില്ല. ഞാൻ നിരന്തരമായി പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു പക്ഷെ അതിൻ്റെ പരിധികളും പരിമിതികളും ഉണ്ട് ഒരു ഗവർണർ എന്നുള്ള നിലയ്ക്ക്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഓരോ ഗ്രാമങ്ങളിൽ ഓരോ സമയങ്ങളിൽ പോകും. പിന്നെ അവിടെ 3 ജില്ലകൾ ഗവർണറുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്, ഭരണത്തിലാണ്. ഗവർണറാണ് നേരിട്ട് ഭരിക്കുന്നത്. അപ്പോൾ ആ ജില്ലകളിൽ പോകണമെങ്കിൽ അവിടെ റോഡുകളില്ല, ഹെലികോപ്റ്ററിൽ പോകണം ആ പ്രദേശത്തേക്ക്. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നു, അവിടെ എവിടെയെങ്കിലും താമസിക്കും. ഇപ്പോൾ ഇവിടുത്തെ പോലെ വലിയ ഗസ്റ്റ് ഹൗസുകളൊന്നും അവിടെ ഇല്ല. അപ്പോൾ അവിടുത്തെ ജനങ്ങളോടൊപ്പം അവർക്ക് കലകൾ അവതരിപ്പിക്കുന്ന വലിയ ഗോത്രജന വിഭാഗങ്ങളാണ്. വലിയ സന്തോഷമുള്ള കാര്യമാണ്. ബാംബു ഡാൻസ് ആണ് അവരുടെ പ്രധാന, മുള കൊണ്ടുള്ള ഒരു ഡാൻസാണ്. ഓക്കെ. അപ്പം അതൊക്കെ അവതരിപ്പിച്ച് അവരുടെ കൂടെ അങ്ങനെ കഴിയുമായിരുന്നു. ഈ മതസൗഹാർദ്ദം നമ്മുടെ കേരളത്തിന്റെ ഒരു വലിയൊരു സ്ട്രെങ്ത് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ ഈയിടെ ആയിട്ട് അത് തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്, പല പല ചെറിയ വലുതായിട്ടുള്ള ഇൻസിഡന്റുകളിൽ. അപ്പൊ അത് അതൊരു പൊളിറ്റിക്കൽ കോൺട്രവേഴ്സി ഉണ്ടാക്കാനും പൊളിറ്റിക്കൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കാനും വേണ്ടിയുള്ള ശ്രമമാണോ? ഈ മതസൗഹാർദ്ദം, മതേതരത്വം എന്നൊക്കെ പറയുന്ന മതനിരപേക്ഷത, ഈ വാക്കുകളൊക്കെ കേവലം മുദ്രാവാക്യങ്ങളാണ് കേരളത്തിൽ. അത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിക്കുന്ന ചില നറേറ്റീവ്സാണ്. ഞാൻ മതേതരവാദിയാണ് എന്ന് സ്വയം അങ്ങോട്ട് പ്രഖ്യാപിച്ച് പ്രസംഗങ്ങളിലുടനീളം മതേതരത്വം ഒക്കെ വിളമ്പുന്ന ആൾക്കാർ. പക്ഷെ ഇവർക്കൊന്നും ഈ ആത്മാർത്ഥമായ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും മതപരമായ ഒരു സൗഹാർദ്ദം മറ്റുള്ളവരുമായി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമില്ല. കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ചാൽ, ഒന്ന് ആലോചിച്ച് ഇത് പറയുകയാണ്, അവർ മുഴുവൻ ഒരുമിക്കുകയാണ്. മതത്തിൻ്റെ വേലിക്കെട്ടുകൾക്കപ്പുറത്ത് ഒരുമിച്ച് നിൽക്കുകയാണ്. സൗഹാർദ്ദം ഊട്ടി ഉറപ്പിച്ചു എന്നിരിക്കട്ടെ. ഇവിടെ പിന്നെ കോൺഗ്രസിന് CPM പിന്നെ എന്താ പറയാനുണ്ടാകും? എന്താ അവരുടെ കഥ കഴിയും? മനസ്സിലായോ? അപ്പോൾ ഇവരെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു വിദ്വേഷം ഉണ്ടാക്കി അകറ്റുക എന്ന് പറയുന്നത് CPMൻ്റെയും കോൺഗ്രസിൻ്റെ ആവശ്യമാണ് കുറേ നാളുകളായിട്ടത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ വർഗീയ കലാപങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തിയിരിക്കുന്ന ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകളിലൊക്കെ CPMനെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അവരെന്താ അത് ചെയ്തത്? ഇപ്പം മാറാട് കൂട്ടക്കൊല എന്ന് പറയുന്ന 8 പേര് കൊല ചെയ്യപ്പെട്ട സംഭവമാണ്. അതിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ കോൺഗ്രസിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രി AK ആൻ്റണി എഴുതി കൊടുത്ത മറുപടി പറയുന്നുണ്ട്, ഇത്ര 35 മുസ്ലിം ലീഗുകാർ, 18 CPMകാർ, കോൺഗ്രസ്സുകാർ 21. ഇങ്ങനെ ഓരോരുത്തരും അതിൽ പങ്കെടുത്തവരുടെ പ്രതിസ്ഥാനത്തുള്ളവരുടെ ലിസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് 1965 തലശ്ശേരി വർഗീയ കലാപം തൊട്ടിങ്ങോട്ട് നോക്കുക. വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇവിടെ മതസൗഹാർദ്ദം ഉണ്ടാകണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം ആർക്കുണ്ട്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മതസൗഹാർദ്ദത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതാണ്. എല്ലാ മതസ്ഥരും തമ്മിൽ സ്നേഹത്തോടും സൗഹാർദ്ദത്തോടും കൂടി കഴിയണം. എനിക്കിവിടെ ഈ ആറന്മുളയുടെ പ്രത്യേകത അത് തന്നെയാണ്. ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ മാരാവൺ കൺവെൻഷനുണ്ട്, ഇവിടെ ആറന്മുള വള്ളംകളിയുണ്ട്, ആറന്മുള വള്ളസദ്യയുണ്ട്, ഇവിടെ മഞ്ഞിനിക്കര തീർത്ഥാടനമുണ്ട്, പരുമല തീർത്ഥാടനം ഇതുവഴിയാണ്,
ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാരും പൂർണ്ണമായിട്ട് ഇതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഇടകലർന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നതിലൂടെ ഒരു സമന്വയത്തിൻ്റെ, സൗഹാർദ്ദത്തിൻ്റെ, സഹജീവനത്തിൻ്റെ, സഹവർത്തിത്വത്തിൻ്റെ ഒരു നല്ല അംശം ഈ ആറന്മുളയുടെ പൈതൃകമാണ്. അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതൊന്നും പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ടോ അടിച്ചേൽപ്പിച്ചിട്ടോ ഒന്നുമല്ല. ഇത് സ്വാഭാവികമായിട്ടുണ്ടാകേണ്ടതാണ്. ഇത് മനുഷ്യത്വമാണ്. മതപരമായ വിശ്വാസം മനുഷ്യത്വത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ എന്നെപ്പോലൊരാൾക്ക് ഒരിക്കലും ഒരു വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പരാമർശം നടത്താൻ സാധ്യമല്ല. നാളിതുവരെ ഇപ്പോൾ ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടായിരിക്കുന്ന മതത്തിൻ്റെ പേരിലുണ്ടായിരിക്കുന്ന സംഘർഷങ്ങളിലെല്ലാം ഞാൻ എപ്പോഴും ഒത്തുതീർപ്പിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. ഈ രാഷ്ട്രീയത്തിൽ വ്യക്തിപരമായ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടം കൂടെ വന്നതോടുകൂടി അത് ഭയങ്കരമായിട്ട് കൂടി. അത് രാഷ്ട്രീയക്കാർ തമ്മിലുമുണ്ട്, ജനങ്ങളുണ്ട്, പിന്നെ മാധ്യമങ്ങൾ ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തെ എന്തായിട്ടാണ് കാണുന്നത്? ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് മാറി വരുന്നു അങ്ങനത്തെ ഒരു സംഭവമാണ്. താങ്കളും അതുപോലെയുള്ള ധാരാളം വ്യക്തിഹത്യകൾ നേരിട്ടിട്ടുണ്ടല്ലോ. ഈ രാഷ്ട്രീയത്തിൽ ആശയവും ആദർശവും കൈമോശം വരുമ്പോഴാണ് ഇതുപോലുള്ള വ്യക്തിപരമായ രീതിയിൽ വ്യക്തിവിദ്വേഷം പ്രചരിപ്പിച്ച് യശോഹത്യ, തേജോവധം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതാണ് ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞ പരസ്പരം ഈ കഴിഞ്ഞൊരു കുറച്ച് ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ നമുക്കറിയാം പല CPM ആണ് കോൺഗ്രസ് ആയിരുന്നാലും അവരുടെ പ്രസ്താവനകൾ നോക്കിക്കഴിഞ്ഞാൽ പരസ്പരമുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ്, പേഴ്സണൽ അറ്റാക്കിലേക്ക് മാറുകയാണ്. അതേസമയം ഇവിടുത്തെ വികസനത്തിൻ്റെ കാര്യം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യുന്ന കാര്യം, ഇവിടുത്തെ യുവാക്കളും ഇവിടെ നാട് വിട്ട് ഇവിടെ ഒരു തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്നതിനെക്കുറിച്ചോ, ഭൂമിയില്ലാത്ത 3.5 ലക്ഷത്തോളം ആളുകൾ ഈ കേരളത്തിലുണ്ടെന്നോ അവർക്ക് ഒരു ഭൂമി കൊടുക്കേണ്ടതാണ് എന്നുള്ള ചിന്തയോ ഒന്നും ഇവരുടെ ആരുടെയും പ്രസംഗത്തിലോ ഇതൊന്നും അല്ല വിഷയം. ഇവർ കേന്ദ്രത്തെ ആക്രമിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ പഴിചാരാൻ സാധിക്കുമോ അതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വിദ്വേഷം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലാതെ സ്വന്തം നിലപാട് വിശദീകരിച്ച് അത് സമർത്ഥിച്ച് അതിനനുകൂലമായ ഒരു ജനാഭിപ്രായം സ്വരൂപിക്കുക എന്നുള്ള ഒരു നിലയിലേക്കല്ല. കേരള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. ഈ നാടിൻ്റെ വികസനം ചർച്ചയാകില്ല. ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നോക്കിക്കൊള്ളൂ, ആളുകൾ പറയുന്നത് എന്തിനെക്കുറിച്ചൊക്കെയാണ്. കുറേ നാളുകളോളം CPMൻ്റെ പ്രശ്നം എന്തായിരുന്നു? CPM TK ഗോവിന്ദൻ രാജിവെച്ചു. TK ഗോവിന്ദനെതിരായിട്ടാണ്. അപ്പുറത്ത് പിണറായിക്കെതിരായിട്ടാണ്. G സുധാകരൻ രംഗത്ത് വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഈ പത്രങ്ങളിലായിരുന്ന ഇതിലൊക്കെ ആളുകൾ ഇതൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാടെവിടെ നിൽക്കുന്നു? തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിൽ രൂക്ഷമാണ്. ഈ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല. 7 ലക്ഷം ടണ്ണേ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. 46 ലക്ഷം ടൺ അരി വേണം ഈ നാട്ടിലെ ജനങ്ങൾ കഴിക്കാൻ ഒരു വർഷം. ഉൽപ്പാദിപ്പിക്കുന്നത് ഇതാണ്. കുറഞ്ഞു വരികയാണ്. 9 ഉണ്ടായിരുന്നു, 8 ഇങ്ങനെ വരികയാണ്. ഇവിടുത്തെ നദികളൊക്കെ വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചൊന്നും ഒരു ഉത്കണ്ഠ ആർക്കും ഇല്ലേ? ഈ വക ജീവൽ പ്രശ്നം, നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അല്ലാതെ സ്വയം 70 വർഷമായിട്ടല്ലേ ഇവരൊക്കെ ഭരിക്കല്ലേ? 70 വർഷമായിട്ട് ഈ നാടിന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് എന്നോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങളെന്താ ഈ ഇങ്ങനെ ചെളിവാരി അറിയാത്തത്? ഞാൻ പറഞ്ഞു, ചെളിക്കുണ്ടിൽ വീണ് കിടക്കുന്ന ആളുടെ ഇനി ഞാനെന്തിനാ ചെളി എറിയുന്നത്? അതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. അതാണ്. ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. സോഷ്യൽ മീഡിയയുടെ വലിയൊരു ഇതാണ് ഇപ്പൊ ടൈമാണ്, സോഷ്യൽ മീഡിയ ടൈമാണ്. താങ്കൾക്കറിയാം, താങ്കൾ പണ്ട് മാധ്യമപ്രവർത്തനം ചെയ്ത പോലെ തന്നെ ഇപ്പം മാധ്യമ പ്രവർത്തനം പോലും സോഷ്യൽ മീഡിയയിലാണ്. എല്ലാവരും മൊബൈലിലാണ്. നമ്മൾ ആളുകൾ എവിടെയാണോ ഉള്ളത് നമ്മൾ അവിടേക്കല്ല ചെല്ലേണ്ടത്. നമ്മൾ അവരുടെ വിരൽത്തുമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കണം. താങ്കൾക്കും ഒരു ഇൻസ്റ്റാഗ്രാമും മറ്റും യൂട്യൂബ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ താങ്കൾക്കും താങ്കളുടെ ടീം മാനേജ് ചെയ്യുന്നുണ്ട്. അത് ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുക എന്നുള്ളത് വലിയൊരു
ശരിക്കും ഒരു അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുകയാണ്. അതെ. അത് തന്നെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആളുകളുടെ റെസ്പോൺസ് കിട്ടും. നമ്മളുടെ ഇമേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ശരിക്കും എനിക്ക് തോന്നുന്നു നേരിട്ട് കവലയിലേക്ക് പോയി അല്ലെങ്കിൽ പുറത്തിറങ്ങി ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിലും എളുപ്പത്തിൽ അല്ലെങ്കിൽ അതിലും ഈസി ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളോട് സംവാദിക്കാൻ പറ്റും എന്നൊക്കെയാണ് അതിനകത്ത് വരുന്ന ഒരു ചേഞ്ചസ് എന്ന് വരുന്നത്. ഈ ഒരു മാറ്റത്തെ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഉൾക്കൊള്ളുന്നു? അല്ല, ഏത് മാറ്റവും നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും. കാരണം അതിനെ ശരിയായ ദിശയിലേക്ക് നയിച്ചുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കടമ എന്ന് പറയുന്നത്. ഓരോ കാലത്ത് ഓരോ രീതിയിലുള്ള ട്രെൻഡുകളുണ്ടാവും, പ്രവണതകളുണ്ടാവും, സമൂഹത്തിലുണ്ടാവും. കഴിഞ്ഞ ഒരു 10 വർഷം മുമ്പുണ്ടായിരുന്ന പ്രവണതയല്ല ഇപ്പോൾ. യുവാക്കളിൽ മാറ്റമുണ്ട്, അവരുടെ ചിന്താഗതി മാറ്റമുണ്ട്. കാരണം അവർ കാണുന്ന സമൂഹത്തിൻ്റെ ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അവർക്ക് ചിന്തിക്കാൻ പറ്റുക. അപ്പോൾ ഇവിടുത്തെ വിവര സാങ്കേതിക വിദ്യ വളർന്നു, അതിൻ്റെ അനന്ത സാധ്യതകൾ ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ചെയ്യേണ്ടത് അതിനെ മുഴുവൻ തിരസ്കരിച്ചുകൊണ്ട് പഴയ രീതിയിലൊക്കെ പോയാൽ മതി എന്ന് വിചാരിക്കുകയല്ലല്ലോ വേണ്ടത്. ആ വളർന്നു വരുന്ന വിവര സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ, അനന്ത സാധ്യതകളെ പ്രയോജനപ്പെടുത്തി എങ്ങനെ പൊതുപ്രവർത്തനം സംശുദ്ധമാക്കാം, പൊതുപ്രവർത്തനത്തെ എങ്ങനെയാണ് നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ പ്രസക്തിയുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് സജീവമായി ഇടപെട്ട് നാട്ടിലെ സാമൂഹ്യ വിപത്തുകൾക്കെതിരെ, സാമൂഹ്യ തിന്മകൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ ഒക്കെ ശബ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ ഉപകരണമാക്കി, മാധ്യമമാക്കി അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അല്ലാതെ ഈ പറയുന്ന പോലെ വ്യക്തിഹത്യയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്താൻ, ശരിയാണ്, അത് നടത്തുന്ന ആൾക്കാരും ഉണ്ട് ഇല്ലേ. ഇപ്പം ഇതിൻ്റെ കൊണ്ടാണല്ലോ ഇപ്പം എന്താ പറയുന്നത്, വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നില്ലേ. തട്ടിപ്പ്, പണത്തട്ടിപ്പ്, എത്ര ആളുടെ കയ്യിൽ നിന്ന് ലക്ഷം കോടികൾ നഷ്ടപ്പെടുന്നു. ഇത് അതിൻ്റെ മറ്റൊരു വശമാണ്. അപ്പോൾ ഏത് കാര്യത്തിനൊരു തിന്മയുടെ ഭാഗം, അതിൻ്റെ ഒരു ഇരുട്ടുണ്ടാവും. ഒരു വെളിച്ചം ഒരു സ്ഥലത്തുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇരുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ടത് വെളിച്ചം പകർന്നു കൊടുത്ത് ഇരുട്ടിനെ മാറ്റുക എന്നുള്ളത് മാത്രമേ പറ്റൂ. അതാണ് ഈ സാമൂഹ്യ നവോത്ഥാനം എന്ന് പറയുന്നത്. സാമൂഹ്യ പരിവർത്തനം, സാമൂഹ്യ പരിഷ്കരണം എന്നൊക്കെ പറയുന്നത് അതാണ്. എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഒരു കാലത്ത് സാമൂഹ്യ പരിഷ്കരണം മറ്റൊന്നായിരുന്നു, ഇപ്പോഴത്തെ സാമൂഹ്യ പരിഷ്കരണം ഇതാണ്. ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ജോലി വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പൊതുവെ ഇൻഫ്ലുവൻസർ എന്ന് പറയും. അതായത് മറ്റുള്ള സാധാരണ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളെ ഓൺലൈൻ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇപ്പൊ ശരിക്കും ദ റിയൽ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത് ഓൺലൈനിൽ നല്ല പ്രസൻസ് ഉള്ള പൊളിറ്റീഷ്യൻസ് ഒക്കെയാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഞാൻ കണ്ടത് അംബാനിയുടെ ഒരു സൂ പ്രൊജക്ട്, അംബാനിയുടെ മകൻ വൻതാര എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിൽ 2500 ഏക്കർ സ്ഥലത്ത് അതിന്റെ വീഡിയോ, ആ ഒരു സ്ഥലത്തിന്റെ വീഡിയോ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത് നരേന്ദ്രമോദി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. അതായത് മോദിജി അവിടെ പോകുന്നു, എന്നിട്ട് അവിടെ പുലിക്ക് പാൽ കൊടുക്കുന്നു, സിംഹത്തിന്റെ മടി വെച്ച് തല്ലുകൊടുന്നു, അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റുള്ള വീഡിയോ. ഒരു ദിവസം കൊണ്ട് ആ വീഡിയോ മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഒരു ദിവസം കൊണ്ട് കണ്ടത്. ആലോചിച്ച് നോക്കി, ഒരു അംബാനിയെ പോലുള്ള ഒരാളുടെ പ്രസ്ഥാനം അതിന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ വരുന്നു, അദ്ദേഹം അതിന്റെ ഒരു വീഡിയോ ചെയ്യുന്നു, അത് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്നു. ഇതൊക്കെ ഞങ്ങളെപ്പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ രാഷ്ട്രീയക്കാര് നേരിട്ട് അവർ തന്നെ അവർ ഓൾറെഡി ജനങ്ങളുടെ മുമ്പിൽ ഇൻഫ്ലുവൻസേഴ്സ് ആണ്, പക്ഷെ അവരിപ്പോ ഓൺലൈനിലെ കൂടെ ഇതുപോലെയുള്ള പ്രസൻസ് മാറി ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുന്ന ധാരാളം പൊളിറ്റീഷ്യൻസ് കേരളത്തിലും പിന്നെ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യക്കുള്ളിലൊക്കെ ധാരാളം ഉണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടേത്, 10 കോടി. അത് നല്ല ചോദിക്കേ. അപ്പൊ അത്രയധികം മാറിയിരിക്കുകയാണ്. നമ്മിങ്ങനെ ഈ ആറന്മുളയിലേക്ക് തിരിച്ചു വരാം. എൻ്റെ സ്ഥലമാണ്, താങ്കളുടെ സ്ഥലമാണ്, നമ്മുടെ എല്ലാവരുടെ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള സംസാരങ്ങൾ, എൻ്റെ വീട്ടിൽ 5 വോട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ടുള്ള സംസാരങ്ങൾ 5 വോട്ട് എനിക്ക് തരണം, അത് ആദ്യം അഭ്യർത്ഥിക്കുക. ആ 5 വോട്ട് കിട്ടുന്നതിന് വേണ്ടി എൻ്റെ അടുത്ത് നിന്നും ഈ വീഡിയോ കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ആളുകളെയും കൺവിൻസ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം ഇനി നമ്മൾ അങ്ങോട്ട് സംസാരിക്കേണ്ടത്. ഓക്കെ, കാരണം താങ്കൾ വോട്ട് അഭ്യർത്ഥിക്കേണ്ട ഒരാളും കൂടിയാണ് താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഓക്കെ, ഈ ആറന്മുളയെ സംബന്ധിച്ച് നമുക്ക് വരുമ്പോഴത്തേക്കിന് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കൊരു MLA ഉണ്ട്. MLA മാത്രമല്ല, MLA
ആരോഗ്യമന്ത്രിയും കൂടിയാണ്. ഞാൻ ആരോഗ്യമന്ത്രിയുമായിട്ട് ഇതേപോലെ ഇരുന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ പല കാര്യങ്ങളും മന്ത്രിയോട് ചോദിച്ചിട്ടുമുണ്ട്. ശരിക്കും നമുക്ക് ഈ ലോക്കൽ കാര്യങ്ങളെ പറ്റി വരുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ ഒരു വികാരം എന്ന് പറയുന്നത് ശബരിമല ഒരു വലിയ വികാരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കൂടിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. ഈ ശബരിമല വിഷയം കുറേ നാളുകളായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും എല്ലായിടത്തും ശബരിമല വലിയൊരു വിഷയമാണ്. ശബരിമല എപ്പോഴും ഒരു വിഷയമാണ്. അപ്പൊ ഇത്തവണ നമുക്കവിടെ കഴിഞ്ഞ തവണ നമുക്ക് ആ ഒരു ആചാര ലംഘനമായിരുന്നെങ്കിൽ ഇത്തവണ നമുക്ക് ശരിക്കും ഒരു എന്താ പറയാ ഒരു കളവ് തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അതായത് ഭഗവാന്റെ സ്വത്ത് കൊള്ള ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത്? അല്ലെ ഇതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ക്ഷേത്രഭരണ വ്യവസ്ഥിതിയിൽ വന്ന തകരാറാണ്. ഇപ്പോഴത്തെ ക്ഷേത്രഭരണ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിലുള്ളതല്ല. അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് അടിച്ചേൽപ്പിക്കുകയാണ് ഭരണവ്യവസ്ഥിതി. ആര് ഭരിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. രണ്ട് കാരണങ്ങൾ കൊണ്ട് അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാവുന്ന കാര്യമല്ല. ഒന്ന്, ഒരു മതേതര രാഷ്ട്രത്തിൽ എന്തിനാണ് ഒരു മതസ്ഥാപനം സർക്കാർ ഭരിക്കുന്നത്? സർക്കാരിൻ്റെ ഇടപെടൽ എന്തിനാണ്? ഇനി രണ്ടാമത്, സർക്കാരിൻ്റെ ഇടപെടലിലൂടെ പറഞ്ഞയക്കപ്പെടുന്ന ആളുകൾ ആരാണ്? ഒരു വിശ്വാസമില്ലാത്തവരാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കോർപ്പറേഷനിലും ബോർഡുകളും ധാരാളം ഉണ്ട്. അതിലൊരു ബോർഡ് ദേവസ്വം ബോർഡാണ്. ബിവറേജസ് കോർപ്പറേഷനിലേക്ക് ഒരാളിനെ അയക്കുന്നു, ദേവസ്വം ബോർഡിലേക്ക് ഒരാളിനെ അയക്കുന്നു. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് കിട്ടുന്ന അവസരങ്ങളാണ്. ഒരാൾ അങ്ങ് പോവുകയാണ്, അയാൾ ശബരിമല കാണുന്ന ആദ്യമായിട്ടായിരിക്കും. വിശ്വാസം എന്ന് പറയുന്നത് അവിടെ പ്രശ്നമില്ല. അപ്പോൾ ഒന്നത്. ഈ മറ്റൊരു കാര്യം, ഇനി അവിടെ കയറിക്കഴിഞ്ഞാൽ അവർ എങ്ങനെ പണമുണ്ടാക്കാം, അഴിമതി നടത്താം എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വിശ്വാസത്തിന് യാതൊരു സ്ഥാനമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ടും അതുതന്നെയാണ് സംഭവിച്ചത്. അവരവിടെ വന്ന്, ഇപ്പോൾ ഞാൻ പറയാം, ശബരിമല ക്ഷേത്രത്തിലെത്തുന്ന ഭക്തന്മാർ അയ്യപ്പൻ്റെ മുമ്പിൽ വന്ന് നമസ്കരിക്കുമ്പോൾ അവർ ഭഗവാനെയാണ് വിഗ്രഹത്തിൽ കാണുന്നത്. വിഗ്രഹത്തിൽ ഭഗവാനെയാണ് കാണുന്നത്. പക്ഷെ ഭരണക്കാർ വരുന്നവർ, വിശ്വാസമില്ലാത്തവർ, അവർ കാണുന്നത് എത്ര കിലോ സ്വർണമുണ്ട്. അവർ വിഗ്രഹത്തിൽ സ്വർണമാണ് കാണുന്നത്. സ്വർണത്തിൽ ഭഗവാനെ കാണുന്നവരാണ് അയ്യപ്പന്മാർ. അവർക്കറിയേണ്ട കാര്യമില്ല അത് സ്വർണ്ണമാണോ, പഞ്ചലോഹമാണോ, വെള്ളിയാണോ, ഇതൊന്നും ആരും അന്വേഷിക്കുക, കല്ലാണോ, ഇതൊന്നും ആരും അന്വേഷിക്കുക. കാരണം അവർ നോക്കി തൊഴുന്നത് ഭഗവാനെയാണ്, അവർ കാണുന്നത് ഭഗവാനെയാണ്. മറ്റതങ്ങനെയല്ല. അപ്പോൾ അവിടുത്തെ ഓരോ സാധനങ്ങളും, അത് ദ്വാരപാലകനായിരുന്നാലും അവിടുത്തെ ശ്രീകോവിലായിരുന്നാലും അവിടുത്തെ കട്ടിടപ്പാളിയായിരുന്നാലും ഇതൊക്കെ സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്. ഭരിക്കുന്നവരതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഇന്മേൽ എങ്ങനെ നമുക്ക് കമ്മീഷൻ അടിക്കാം, ഇതെങ്ങനെ നമുക്ക് പൊളിച്ചെടുത്ത് കൊണ്ടുപോയി എങ്ങനെ പണം ഉണ്ടാക്കാം എന്ന് അവർ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ക്ഷേത്രഭരണത്തിന് വരുന്നത്. ഭൗതിക സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടിയാണ് അവർ ഭരണത്തിലേക്ക് വരുന്നത്, വിശ്വാസം സംരക്ഷിക്കാനല്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അതേസമയം ക്രൈസ്തവ മുസ്ലിം ദേവാലയങ്ങൾ ഭരണത്തിനെത്തുന്നത് അവിടുത്തെ വിശ്വാസികളാണ്, വിശ്വാസികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകളാണ്. ഇവിടെ അതല്ല. ഇവിടെ അയ്യപ്പന്മാർക്ക് എന്താ പങ്ക്? ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണകാര്യങ്ങളിൽ അവിടുത്തെ ഗുരുസ്വാമിമാർക്ക് വല്ല പങ്കുണ്ട്. അവിടെ എത്രയോ ഗുരുസ്വാമിമാർ വരുന്നു, അവർക്ക് എന്താ പങ്ക്? അവർ പണം ഇടുന്നു, പോകുന്നു. ആ പണം എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു അവർക്ക് ചോദിക്കാനുള്ള സൗകര്യമില്ല, സന്ദർഭമില്ല, അവകാശവുമില്ല. അപ്പം ഈ വ്യവസ്ഥിതിയാണ് ഇവിടുത്തെ പ്രശ്നം. ഏറ്റവും പരമപ്രധാനമുള്ള ഈ വ്യവസ്ഥിതി മാറുക എന്നുള്ളത് തന്നെയാണ്. ജനാധിപത്യം വരണം, ക്ഷേത്രങ്ങളിൽ ജനാധിപത്യം കൊണ്ടുവരണം. മറ്റ് ആരാധനാലയങ്ങളിലുള്ളതുപോലെ ജനാധിപത്യം എന്നുവെച്ചാൽ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ തീരുമാനിക്കണം അവിടെ ആര് ഭരിക്കണം. ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരാത്തതാണ് വിഷയം. ഇനി ഇത് എത്രത്തോളം ഇവിടുത്തെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഒരു വലിയ വ്രണമുണ്ടാക്കി. കാരണം അവർ ഭഗവാനെ ആണ് ദ്വാരപാലക ശില്പമായിരുന്നാലും അവിടുത്തെ കട്ടൾപ്പാളിയായിരുന്നില്ല ഭഗവാന്റെ അംശമായിട്ട് കാണുന്നവരാണ്. അത് മുഴുവൻ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു വേദന ഇവിടുത്തെ ഭക്തജനക്കുണ്ടാകാനുണ്ട്. അവർ വ്രണിത ഹൃദയരായി തങ്ങളുടെ വിശ്വാസങ്ങളൊക്കെ ധ്വംസിക്കപ്പെട്ട് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട സ്ഥിതിയിലാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സർക്കാർ ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. ഈ പ്രതികളെയൊക്കെ എന്തിനു സംരക്ഷിക്കണം? 90 ദിവസം കിട്ടും പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ. 90 ദിവസം പോരെ? ആർക്കുമെതിരെ കുറ്റപത്രം ഇതേവരെ സമർപ്പിച്ചിട്ടില്ല. എല്ലാവരും പുറത്തിറങ്ങി.
ഇത് തന്നെ സർക്കാരിൻ്റെ പോലീസിൻ്റെ അനാസ്ഥയാണെന്നുള്ളതിനെ കുറിച്ച് ഈ കൂടുതൽ എന്താ തെളിവ് വേണ്ടത്? അപ്പോൾ പോലീസിൻ്റെ അനാസ്ഥ ഒരു വശത്ത്, ഭരിക്കാനെത്തുന്ന ആൾക്കാരുടെ വിശ്വാസമില്ലായ്മ, നിഷേധാത്മകമായ സമീപനം, ഇതെല്ലാം കൂടി കൂടിക്കുഴച്ചുണ്ടാക്കിയ ഒരു വലിയ വിസ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷമാണ് ശബരിമലയത്. അത് ഉണ്ടായതെന്ന് പറയാനല്ലോ, ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ സ്ഥിതിവിശേഷം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഉത്തരവാദികൾ ഈ തെരഞ്ഞെടുപ്പിൽ സമാധാനം പറഞ്ഞേ പറ്റും. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള വിശ്വാസ സംരക്ഷണത്തിനും ക്ഷേത്ര സംരക്ഷണത്തിനും അതുപോലെയുള്ള വിശ്വാസികളുടെ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് എന്തായിരിക്കും ചെയ്യാൻ സാധിക്കുക നമുക്ക്? ഈ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ മേൽ ഈ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും എല്ലാം നിയന്ത്രണം കൊണ്ടുവന്നതിനെതിരെ, നിയന്ത്രിക്കുന്നതിനെതിരെ 1983 അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരൻ സ്വാമി ചിന്മയാനന്ദജിയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 9 ഹൈന്ദവ സംഘടനാ നേതാക്കന്മാർ നിവേദനം കൊടുത്തു. ഈ രീതി, ഭരണവ്യവസ്ഥിതി മാറണം. അങ്ങനെയാണ് KP ശങ്കരൻ നായർ കമ്മീഷനെ നിയോഗിക്കുന്നത്. ക്ഷേത്രഭരണം എങ്ങനെയായിരിക്കണം, ഇത് മാറണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തു. 1 വർഷം അദ്ദേഹം ഈ കേരളം മുഴുവൻ ചുറ്റി നടന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും ഇപ്പോൾ നടക്കുന്ന രീതിയിലുള്ള ക്ഷേത്രഭരണ രീതി മാറണം. ഇപ്പൊ ഹിന്ദു MLA-മാരിൽ നിന്നും ഹിന്ദു മന്ത്രിമാരിൽ നിന്നുമാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നുവെച്ചാൽ സർക്കാർ നിയോഗിക്കുന്നതെന്നർത്ഥം. അത് മാറണം. ഒരു മതേതര ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതേസമയം ഓരോ ക്ഷേത്രങ്ങളിലെ ഭക്തജനങ്ങളുണ്ട്, അവിടെ വഴിപാട് നടത്തുന്നവരുണ്ട്, വഴിപാടിന് അവിടെ രജിസ്റ്ററുണ്ട്. ആ ഭക്തജനങ്ങൾ വിളിച്ചുകൂട്ടി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ആളുകൾ ആയിരിക്കണം ഒരു ബോർഡായിട്ട് വരേണ്ടത്. അതിന് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടായ ആ ബോർഡ് ആയിരിക്കണം ക്ഷേത്രം ഭരിക്കേണ്ടത്. വ്യക്തമാണ്. പിന്നീട് അതിനെന്ത് സംഭവിച്ചു? ഇല്ല, അതൊക്കെ ചവിറ്റുകൊട്ടെ വലിച്ചെറിഞ്ഞില്ലേ. ഇത് തന്നെ കുട്ടിക്കൃഷ്ണമേനോൻ 1966 കുട്ടിക്കൃഷ്ണമേനോൻ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ 83 കാലത്ത് KP ശങ്കരൻ നായർ കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു. കോടതി വിധികളുമുണ്ട്, സുപ്രീം കോടതിയും പറയുന്നുണ്ട് മതപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ സർക്കാർ ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ്. ഇതൊക്കെ നിലനിന്നിട്ടും കേരളത്തിൽ പിടിമുറുക്കുകയാണ്. ക്ഷേത്രങ്ങളുടെ മേൽ പിടിമുറുക്കുക, ഓരോ വർഷം ചെല്ലുന്ന പിടിമുറുക്കുകയാണ്. സജീവ രാഷ്ട്രീയക്കാരെയാണ് നിയമിക്കുന്നത്. ഇപ്പൊ തന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് മാനേജിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് പുതിയ കമ്മിറ്റി ഇപ്പൊ അവിടെ നിലവിൽ വന്ന ആരാണ്? CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് വന്നിരിക്കുന്ന, CPM-ലേക്ക് കടന്നു വന്നിരിക്കുന്ന ആളിനെ ഉടനെ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ട് കഴിഞ്ഞ പ്രശാന്ത് ആരായിരുന്നു, അരുവിക്കരയെ മത്സരിച്ച് അവിടെ പരാജയപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു സ്ഥാനം ദേവസ്വം ബോർഡ് ഇരിക്കട്ടെ. അങ്ങനെയല്ലല്ലോ വേണ്ടേ. ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ, ക്ഷേത്ര വിശ്വാസികളുണ്ട്, അവരുമായി ബന്ധപ്പെട്ടവരുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൻ്റെ ഭരണനിർവഹണ കാര്യങ്ങളിൽ പന്തളക്കൊട്ടാരത്തിനും തന്ത്രിക്കും അയ്യപ്പ സംഘടനകൾക്കും ഒക്കെ ഒരു പ്രാതിനിധ്യം ഉണ്ടാകണം. എങ്കിലേ ആ ക്ഷേത്രത്തിൻ്റെ പരിരക്ഷണം എന്ന് പറയുന്നത് നടക്കുകയുള്ളൂ. ഒരിക്കൽ പോലീസുകാർ പണിമുടക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് അവിടെ എങ്ങനെ കാര്യങ്ങൾ നിർവഹിക്കണം? ഇപ്പൊ ഭക്തജന സംഘടനകൾ രംഗത്തിറങ്ങി. അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ ആര് നടത്തും? അപ്പോൾ ക്ഷേത്രങ്ങളുടെ ഭരണ വ്യവസ്ഥിതി ഒരു വലിയ വിഷയമാണ്. ഒരു മതേതര സംസ്ഥാനത്ത് മതസ്ഥാപനങ്ങൾ, മതവിശ്വാസികൾ ആണ് ഭരണനിർവഹണം നടത്തേണ്ടത്. എനിക്ക് താങ്കളോട് കുറച്ച് ദേഷ്യമുണ്ട്, ഇപ്പോഴും ഉണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. അത് മാറിയിട്ടില്ല ഇതുവരെ. അതിന് മെയിൻ റീസൺ, നമ്മുടെ നാട്ടിലൊരു എയർപോർട്ട് വരാൻ വേണ്ടി പോയപ്പോഴത്തേക്കിനും അതിനെതിരെ ഒരു സമരം നടന്നു. അതിൻ്റെ മുൻപന്തിയിൽ താങ്കളും ഉണ്ടായിരുന്നു. ആറന്മുളയിൽ ഒരു എയർപോർട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടന്നു. അപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ യാത്രകൾ ചെയ്യുന്നുള്ളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഞാൻ തന്നെ പത്തനംതിട്ടക്കാരനായ ഞാനിപ്പോൾ എറണാകുളത്തേക്ക് മാറി താമസിക്കുന്നത്. എനിക്ക് യാത്രകൾ എപ്പോഴും പോകുമ്പോൾ എനിക്ക് പോകാനും വരാനൊക്കെ എളുപ്പമാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് അടുത്ത എയർപോർട്ട് വരെ പോകണമെങ്കിൽ 3-3.5 മണിക്കൂർ യാത്ര ചെയ്യണം. തിരുവനന്തപുരം ആണെങ്കിലും എറണാകുളം ആണെങ്കിലും. അപ്പോൾ ഒരു ഡൊമസ്റ്റിക് എയർപോർട്ട്, എന്തൊരു എയർപോർട്ട് വന്നാലും ആ നാട് വികസിക്കും, ആ നാടിന് ഒത്തിരി ഗുണം ചെയ്യും, പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഒത്തിരി ആളുകൾക്ക് അതൊരു ഉപകാരം ചെയ്യും എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ആറന്മുളയിൽ നമുക്കിവിടെ ഒരു എയർപോർട്ട് വരാൻ വേണ്ടി ഒരു പദ്ധതി വന്നപ്പോഴത്തേക്കിനും BJP-യും മറ്റു പാർട്ടികളൊക്കെ ചേർന്ന് അത് എതിർത്തു, അത് ഇല്ലാണ്ടാക്കി. ഇപ്പൊ ഇവിടെ ഉള്ള പലരും പറയുന്നുണ്ട് ഒരു എയർപോർട്ട് വന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ആ ഒരു കാര്യത്തെ പറ്റി താങ്കൾക്ക് പറയാനുള്ളത്? ആദ്യമായിട്ട് അതേക്കുറിച്ച് പറയാനുള്ളത്, ഒരു വലിയ പാടശേഖരം മണ്ണിട്ട് നികത്തി അത് ഒരു എയർപോർട്ടാക്കി മാറ്റിയെടുക്കാൻ അപേക്ഷ നൽകി രംഗത്ത് വന്ന ആളുകൾക്ക് ട്രാക്ക് റെക്കോർഡുണ്ടോ? ഒരു വിമാനത്താവളം നടത്താൻ
ഉള്ള ശേഷിയുള്ളവരാണ്? അല്ല, അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാണ്. അപ്പോൾ വിമാനത്താവളത്തിൻ്റെ മറവിൽ ഈ പ്രദേശം മുഴുവൻ മണ്ണിട്ട് നികത്തി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി കോടികൾ സംഭരിക്കാനുള്ള നീക്കം അതിൻ്റെ പിന്നിലുണ്ടെന്ന് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി രണ്ടാമത്, ഇത്രയും വിശാലമായൊരു പാടശേഖരം മണ്ണിട്ട് നിർത്തിയാൽ ഇവിടെ ഉണ്ടാകുന്ന പാരിസ്ഥിതികമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്താണ്? വലിയ പ്രത്യാഘാതം ഉണ്ടാകും. അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തി ഇതുപോലുള്ള വൻ പ്രോജക്റ്റുകൾ നടത്താൻ പാടില്ല എന്ന് 2008 തണ്ണീർത്തടം നെൽവയൽ സംരക്ഷണ നിയമം ഉണ്ടായിരുന്നു. ആ നിയമം നിലവിലുള്ളതാണ്. ആ നിയമം നിലവിൽ ഉള്ളപ്പോൾ ഇത്രയും വിശാലമായി കിടക്കുന്നത് മണ്ണിട്ട് നികത്തിയാൽ നിയമവിരുദ്ധമാണ്. പക്ഷെ നമുക്ക് വേറെ സ്ഥലമില്ലല്ലോ. മൂന്നാമത് ഉണ്ട്, സ്ഥലമുണ്ട്. അവിടെയാണ്, അതിലേക്ക് ഞാൻ വരാം. Okay. ഇനി മൂന്നാമത്തെ കാര്യം, ഇത് മണ്ണിട്ട് നികത്തുന്നതിലൂടെ ഈ നാടിന് സംഭവിക്കുന്ന വലിയ വെല്ലുവിളി, ഭീഷണി എന്താണ്? പമ്പാനദിയുടെ തീരമാണ്. പാടശേഖരങ്ങളെ ഫ്ലഡ് പ്ലെയിൻ ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. എന്നുവെച്ചാൽ വെള്ളപ്പൊക്കത്തെ നിയന്ത്രിക്കുന്നത് ഇതുപോലുള്ള പാടശേഖരങ്ങളാണ്. ഈ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായപ്പോൾ 9 മണിക്കൂർ സമയം പമ്പാനദിയിലെ വെള്ളപ്പൊക്കം ഉയരാതെ നിലനിർത്തിയത് ഈ പാടശേഖരമാണ്. ഈ പാടശേഖരത്തിലേക്ക് വെള്ളം കയറണം. ശരിയാണ്. അതെ. അപ്പം ഇത്രയും വെള്ളം കയറി ഇത് ഫില്ലാകണം. ഇത്രയും ഫില്ലാകുന്നത് വരെ പമ്പാനദി പൊങ്ങിയില്ല. ഇനി ഇത് ഫില്ലായിരുന്നുവെങ്കിൽ, വിമാനത്താവളം വന്നിരുന്നുവെങ്കിൽ എന്ന് തന്നെ ധരിക്കുക ഇരുന്നെങ്കിൽ, ഈ 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ നാടിന് സംഭവിക്കുമായിരുന്ന ഒരു വലിയ വിനാശം എന്തായിരിക്കും? ഈ പമ്പയുടെ തീരത്തെ 4-5 ഗ്രാമങ്ങൾ ഒഴുകിപ്പോയാൽ, ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ മുഴുവൻ വെള്ളം കയറിയതാണ്. അന്ന് 9 അടിയും കൂടെ പൊങ്ങിയേനെ. പൊങ്ങിയിരുന്നെങ്കിൽ ഇതെല്ലാം ഒലിച്ചു പോയേനെ. അത്ര ശക്തമായ ഒഴുക്കാണ്. അപ്പോൾ ഇന്ന് ജനങ്ങളത് മനസ്സിലായി. കാരണം ആ വെള്ളപ്പൊക്കത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. ഈ ആകെ 10,000-12,000 ആളുകൾ ഈ ആറന്മുള ക്ഷേത്രത്തിലാണ് അഭയം തേടിയത്. 3 അടിയും കൂടെ പൊങ്ങിയിരുന്നെങ്കിൽ അതും കയറിയേനെ. അവരെയും കൂടെ എടുത്തോണ്ടങ്ങ് പോയേനെ. അതിന് എങ്ങോട്ടേക്ക് പോകാൻ വേറൊരു സ്ഥലമില്ല. ഇവിടുന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗ്ഗമില്ല ആ സമയത്ത്. അപ്പം ഇതൊക്കെ ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രശ്നമാണ്. ഇനിയിപ്പോൾ വേറെ ചോദ്യം ചോദിച്ചില്ല, വേറെ സ്ഥലം ഇല്ലല്ലോ. വേറെ സ്ഥലം കിടപ്പുണ്ട്. ഇപ്പം അടൂർ കുടുമണ്ണിൻ്റെ അടുത്ത് വിശാലമായി സർക്കാരിൻ്റെ സ്ഥലം, ഒരു കുന്നും ഇടിക്കണ്ട, യാതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. 2500-3000 ഏക്കർ സ്ഥലം കിടക്കുകയാണ് വെറുതെ. ഒന്ന് നോക്കിക്കൂടെ? അതിലൊന്നും ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ഈ പറയുന്ന ഗ്രൂപ്പ് വരുന്നവർക്ക് വേറെ ഇൻട്രസ്റ്റാണ്. ഒരു വിമാനത്താവളമാണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രയാസവും, അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു, നാട്ടുകാർ ആവശ്യപ്പെടുന്നു, ഒരു വിമാനത്താവളം വരട്ടെ, ഞങ്ങൾ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു തരാം. അതിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്, വയബിലിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. പാരിസ്ഥിതികമായ യാതൊരു വിധത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന സ്ഥലമല്ല. വെറും റബ്ബർ മരങ്ങളാണ് കുറേ നിൽക്കുന്നത്. ഗവൺമെൻറ്റിനും അതുകൊണ്ട് യാതൊരു ലാഭവുമില്ല. നഷ്ടത്തിലോടുന്ന ഒരു എസ്റ്റേറ്റാണ്. അതാ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ എന്തിനാണ് ഈ ഡെവലപ്മെൻറ്റ് നമുക്ക് വേണം, പക്ഷെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം. അടുത്ത തലമുറയ്ക്ക് ജീവിക്കാനും കൂടെ പറ്റണം ആ ഡെവലപ്മെൻറ്റിലൂടെ. സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരിക്കണം. ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസന പദ്ധതിയാണ് ആവശ്യം. അതാണ് ആറന്മുളയ്ക്ക് ആവശ്യം. ഞാൻ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ആറന്മുളയ്ക്ക് വേണ്ടത് ഒരു വികസന പദ്ധതിയാണ്. ആറന്മുള വികസിക്കണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 10 പേർക്ക് തൊഴിൽ കിട്ടണം. അതുപോലെ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മുടെ നാടിനുണ്ടാകണം. ആത്മാർത്ഥമായ ശ്രമമാണ് വേണ്ടത്. ഇപ്പം എന്നോടുള്ള വിരോധം മാറിയോ? കുറച്ചൊക്കെ. ശരിക്കും വികസനത്തിന്റെ കാര്യം പറഞ്ഞു. നമുക്കൊരു MLA മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷം നമുക്കറിയാം ഇവിടെ പല കാര്യങ്ങളും, ചിലതൊക്കെ നടന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും പ്രത്യക്ഷമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കോഴഞ്ചേരി പാലവും അതേപോലെ തന്നെ കോഴഞ്ചേരി ആശുപത്രിയുടെ വർക്കൊക്കെ ഇപ്പോഴും തീർന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞു. അതൊക്കെ ഭയങ്കര ബാലിശമായിട്ടുള്ള നടപടിയായി പോയില്ലേ? അല്ല, ഈ വിമാനത്താവളം കോടികളുടെ പ്രോജക്റ്റ് പറയുന്ന ഈ ആൾക്കാരുണ്ടല്ലോ, അവർക്കൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കൊരു പാലം പണിത് കൊടുക്കാൻ, അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ഇവർക്കാർക്ക് യാതൊരു താല്പര്യവും ഇല്ല. ഇവിടെ എത്ര സ്ഥലങ്ങൾ, ഞാനിപ്പോൾ 12 പഞ്ചായത്ത് ഉൾപ്പെടുന്നതാണ് ഈ നിയോജകമണ്ഡലം. 12 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ്. എത്ര സ്ഥലങ്ങളിലാണ് വാഹന സൗകര്യമില്ലാത്ത,
അങ്ങോട്ട് കടന്നു കയറി ചെല്ലാൻ വയ്യാത്ത വിധത്തിൽ കിടക്കുന്നു. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. ഒരു രോഗിയെ കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചില സ്ഥലങ്ങളിൽ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രമാത്രം വലുതാണ്. ജനങ്ങൾ പാവങ്ങളെ അവരൊക്കെ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളാണ് ഈ ഉൾപ്രദേശങ്ങൾ, ഉൾഗ്രാമങ്ങൾ. ഈ 12 പഞ്ചായത്തുകൾ എന്ന് പറയും അവികസിത ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളിലൊക്കെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഈ കോഴഞ്ചേരി പാലത്തിൽ എത്ര നാളായി പണി തുടങ്ങിയിട്ട്? 10 വർഷമായി. 10 വർഷമായിട്ട് ആ പാലത്തിന്റെ പണി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മന്ത്രിയോട് ഞാൻ ചോദിച്ചു ഈ സെയിം ചോദ്യം. താങ്കളുടെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് ഞാൻ, ആളാണ് ഞാൻ, വോട്ടറാണ് ഞാൻ, 10 കൊല്ലമായിട്ട് അതിന്റെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മന്ത്രി എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് കേസുണ്ടായിരുന്നു, ടെൻഡർ നടപടികൾ ബുദ്ധിമുട്ടിലായി, പലതും കോൺട്രാക്ടേഴ്സ് ഇട്ടിട്ട് പോയി, അതിനിടയ്ക്ക് പ്രളയം വന്നു, വെള്ളപ്പൊക്കം വന്നു, അങ്ങനെയൊക്കെയുള്ള പല റീസൺസ് ആണ് മന്ത്രി എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ ടോട്ടലി കൺവിൻസ്ഡ് ആയിട്ടില്ല ആ ഒരു റീസണിൽ. വെള്ളപ്പൊക്കം ഉണ്ടായത് 2018. വെറുതെ ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറയല്ലേ. ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ മെഷീനറി എന്ന് പറയുന്നത് അവരിപ്പോഴും പഴയ കാലഘട്ടത്തിലാണ്. അതാണ് മോഡിയുടെ പ്രത്യേകത. അദ്ദേഹം ഒരു കാര്യം നടപ്പിലാക്കാൻ സമയബന്ധിതമായിട്ടാണ് ഓരോ നടപ്പിലാക്കുന്നത്. അദ്ദേഹം ഇതിനോട് എത്ര വിമാനത്താവളങ്ങൾ പണിതു? സ്കീം ഉണ്ടല്ലോ. എത്ര സ്ഥലങ്ങളിൽ വിമാനത്താവളങ്ങൾ പണിതു, എത്ര റെയിൽവേ സ്റ്റേഷനുകൾ പുതുക്കി. നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ, ഓരോ റെയിൽവേ സ്റ്റേഷൻ നോക്കുക, അതൊക്കെ എത്ര പെട്ടെന്നാണ് അവിടെയൊക്കെ ഇത് നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ ഒരു പാലം പണിയാൻ ഇത്ര വലിയ താമസമാണ്. അതിന് ടെൻഡറിൻ്റെ കാര്യം പറയുക, കോൺട്രാക്ടറുടെ കാര്യം പറയുക, എല്ലാ കുറ്റവും കോൺട്രാക്ടറുടെ തലയിൽ വെക്കുക. 45 വർഷം കൊണ്ട് ആലപ്പുഴ ബൈപ്പാസ് ചരിത്രമുണ്ട് നമുക്ക്. അതെ. അല്ല, ഇവിടെ 1 കിലോമീറ്റർ ദൂരം റോഡ് പണിയണമെങ്കിൽ 1 കിലോമീറ്റർ 18 ദിവസം എടുക്കും. 18 ദിവസം കൊണ്ട് ചെയ്യാം. അല്ല, 18 ദിവസം വേണം. 1 കിലോമീറ്റർ ദൂരം. ഞാൻ നാഷണൽ ഹൈവേയുടെ കാര്യം പറയും. സ്ഥലമെല്ലാം എടുത്ത് 1 കിലോമീറ്റർ ദൂരം പണിയണമെങ്കിൽ രാജസ്ഥാനിൽ 4 ദിവസമാണ് കണക്ക്. ഉത്തർപ്രദേശിൽ അവിടെയൊക്കെ വെറും ചുരുങ്ങിയ കാലം കൊണ്ട് നടക്കുന്നു. ഇവിടെ എല്ലാത്തിനും സമയം ഇങ്ങനെ പോവുകയാണ്. 1 റെട്ടേപ്പിസം, 2 ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇച്ഛാശക്തി ഇല്ലായ്മ. മനസ്സിലായി. ഇവിടുത്തെ MLAക്ക്, മന്ത്രിക്ക് ഇച്ഛാശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കില്ല. ഇവിടുത്തെ വാസ്തുവിദ്യാ കേന്ദ്രം ഇവിടെ തൊട്ടടുത്തുണ്ട്. വാടക കെട്ടിടത്തിലാണ്, സർക്കാരിന്റെ സ്ഥാപനമാണ്. സ്ഥലം കൊടുത്തിട്ട് 15-20 വർഷമായി. അവർക്ക് ഒരു കെട്ടിടം പണിയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ കൊണ്ടുപോയി തറക്കല്ലിട്ടിട്ടുണ്ട്. നാട്ടിലിപ്പോ തറക്കല്ല് കിട്ടാനില്ല. കാരണം എല്ലായിടം കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ പരിപാടി. ഞാൻ കുറെ ആളുകളായിട്ട് പോഡ്കാസ്റ്റ് ചെയ്ത് എക്സിസ്റ്റിംഗ് MLA-മാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കുറെ പോഡ്കാസ്റ്റുകളൊക്കെ ചെയ്തപ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല, പ്രത്യേകിച്ച് അവരുടെ മണ്ഡലത്തിലെ ആരോഗ്യ മേഖല, ആശുപത്രികളൊക്കെ വളരെയധികം ഡെവലപ്ഡായി, കുറെ കാര്യങ്ങൾ ചെയ്തു. ആരോഗ്യ മേഖലയെ പറ്റി ആർക്കും മോശമെന്ന് പറയാനില്ല, കാരണം കേരളത്തിലാണ് ഏറ്റവും നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് പറയുന്നത്. പക്ഷേ ആരോഗ്യമന്ത്രി മാത്രം ഒരു മോശം രീതിയിലേക്കാണ് എല്ലാവരും പ്രൊജക്ട് ചെയ്യുന്നത്. അതെന്തായിരിക്കും കാരണം? കാരണം അതിന്റെ ഉത്തരവാദി ഇവിടുത്തെ ആരോഗ്യരംഗം ആകെ തകരാറിലാണ്. ആരാ പറയുന്നത് ഇത് മെച്ചപ്പെട്ട നിലയിലാണ്? ഇവിടെ സ്വകാര്യ ആശുപത്രികൾ ധാരാളം ഉള്ളതുകൊണ്ട് ജനങ്ങൾക്ക് ചികിത്സ കിട്ടുന്നുണ്ട്. 75% ആളുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലാണ്. ഗവൺമെന്റ് ആശുപത്രികൾ ആരാ ആശ്രയിക്കുന്നത്? ഇവിടെ തന്നെ കോഴഞ്ചേരി ആശുപത്രി ഉണ്ട്. കോഴഞ്ചേരി ആശുപത്രിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ അടുത്ത കാലത്ത് ഒരു അനുഭവം പറഞ്ഞത്, അവിടെ നിങ്ങൾക്ക് ഒരു എക്സ്റേ എടുക്കാനായിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും തരണം എന്നാണ് പറയും. മൊബൈൽ നമ്പറും തന്നു കഴിഞ്ഞാൽ എക്സ്റേ അതിലേക്ക് എടുക്കാൻ ഞങ്ങൾക്ക് ഫിലിമില്ലെന്നാണ് പറയും. ഇത് കോഴഞ്ചേരി ആശുപത്രിയുടെ സ്ഥിതിയാണ്. കേന്ദ്ര സർക്കാർ 43 കോടി രൂപ കൊടുത്തിട്ടുണ്ട് പത്തനംതിട്ട ആശുപത്രിക്ക്. ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ കാര്യങ്ങൾക്ക് എന്ത് സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. ചെയ്യാൻ സാധിക്കുകയില്ല. ഇച്ഛാശക്തിയില്ല. അതാണ് കാരണം. ഇച്ഛാശക്തിയാണ് ആവശ്യം. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ജനങ്ങളോട് കടപ്പാട്, വിധേയത്വം, കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ജനങ്ങളാണ്, അതാണ് മോഡി പറയുന്നത്, ജനങ്ങളാണ് എൻ്റെ ദൈവം, ജനങ്ങളാണ് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും അനുഭവിച്ച് വളർന്നു വന്ന ഒരാളാണ്. അത് ഇവിടുത്തെ മന്ത്രിമാർക്ക് വേണ്ടേ, ഈ MLAക്ക് വേണ്ടേ? അതുകൊണ്ടാണ് ഈ അപ്രോച്ച് റോഡ് ഉദ്ഘാടനം ചെയ്ത ശേഷം റോഡ് ക്ലോസ്ഡ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം എന്താ? എല്ലാം ഇങ്ങനെയാണ്. എല്ലാം ഉദ്ഘാടനം ചെയ്യും, ക്ലോസ്ഡ് ആണ്. ഉദ്ഘാടന ദിവസം തന്നെ ക്ലോസ് ചെയ്യാണ്. BJP നേതാക്കളുടെ ചില വർഗീയ പരാമർശങ്ങൾ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നതാണ് രാജ്യവ്യാപകമായിട്ട് തന്നെ.
റീസെന്റ് ആയിട്ട് നടന്നൊരു സംഭവം എന്ന് പറയുന്നത് 1-2 ഇൻസിഡൻസ് ഞാൻ പറയാം. ആം, നമ്മുടെ ഗുരുവായൂരിലെ കാൻഡിഡേറ്റ് ആയിട്ടുള്ള ജി ഗോപാലകൃഷ്ണൻ ഒരു പ്രസ്താവന അദ്ദേഹം പറയുകയുണ്ടായി. ആ, ഒരു ഹിന്ദു MLA വേണം എന്നൊക്കെ ഉള്ളത്. അതൊക്കെ നമ്മുടെ നാട്ടിലെ ജനം അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ്, അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങൾ. അത് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാൻഡ് ആണോ അതോ ഒരു പാർട്ടിയുടെ നിലപാടാണോ എന്നും വ്യക്തമല്ല. ആഹ് അതിനെ ന്യായീകരിച്ച് രാജീവ് ചന്ദ്രശേഖരൻ ഒരു സ്റ്റേറ്റ്മെന്റും ഉണ്ടായിരുന്നു. അതും കുറച്ച് വിവാദമായി. അത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ അഘോരികളായിട്ടുള്ള കുറച്ച് ആൾക്കാർ പ്രചരണത്തിന് ഇവിടെ കൊണ്ടുവന്നു, അവര് ഇവിടെ നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള കുറച്ച് സംഭവങ്ങൾ നടക്കുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വേറൊരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ തിരുവനന്തപുരം മേയർ അധികാരത്തിൽ വന്ന് സത്യപ്രതിജ്ഞയുടെ സമയത്ത് കുറെ ജൈവിളികളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് നടന്നു. അതൊക്കെ ശരിക്കും ആ, ഈ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളല്ലേ BJP പോലൊരു മതേതര പാർട്ടിയുടെ ഭാഗത്ത് നിന്ന്, മതേതര പാർട്ടിയാണെന്ന് പറയുന്ന BJPയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നത്, അല്ലെ താഴേക്കടയിലുള്ള പ്രവർത്തകരിൽ നിന്ന് സംഭവിക്കുന്നത്? അല്ല, ഇതിൻ്റെ അകത്ത് എന്താണ് ഇപ്പോൾ ജയ് വിളിച്ചു എന്നൊക്കെ പറയുന്നത്? ഞാൻ ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തയാളാണ്. പക്ഷെ നമ്മുടെ ഐഡിയോളജി, നമ്മുടെ എന്ത് ചെയ്യുക? CPM-കാർ പിങ്ക് ഗ്ലൗസ് എന്താവാന്ന് വിളിച്ചു. അവിടെ എന്താ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് പറഞ്ഞു. അവിടെ കൂടിയിരുന്ന ജനങ്ങൾ, കാരണം സത്യപ്രതിജ്ഞ ചടങ്ങ് പബ്ലിക് ഫംഗ്ഷനാണ്. പബ്ലിക് ഫംഗ്ഷന് ജയ് വിളികളും ഭാരത് മാതാ കി ജയ് വിളിക്കും, കമ്മ്യൂണിസ്റ്റുകാർ ഇൻക്ലാബ്സ് എന്താവും അത് വിളിച്ചു. അതൊക്കെ എല്ലാ കാലത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ അകത്തൊരു അസ്വാഭാവികത ഒന്നുമില്ല. പിന്നെ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ അതിൻ്റെ അകത്ത് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ പരിരക്ഷിക്കാൻ വേണ്ടി ചിലതിനെ കുറ്റപ്പെടുത്തുകയും ചിലതിനെയൊക്കെ ന്യായീകരിക്കുകയും ഒക്കെ ചെയ്ത് അത് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പലപ്പോഴും ഈ ആളുകളുടെ അഭിപ്രായത്തിലൊരു ഒരു എതിരഭിപ്രായങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്നതിൻ്റെ കാരണം. അവിടെ ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ അഘോരികളുടെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കാറിൽ പോയപ്പോൾ ഒരാൾ വന്ന് കണ്ടു, വണ്ടി നിർത്തി പ്രാർത്ഥിച്ചിട്ട് പോയി. ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഇതെല്ലാം ഒരു ഇഷ്യൂ ആക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. കേരളത്തിൽ ഇതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ എന്നെ എത്രയോ പേര് വന്ന് കണ്ട് പ്രാർത്ഥിച്ചിട്ട് ആശംസകൾ നേർന്നു പോകുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് പറ്റിയല്ല എന്ന് പറയാൻ പറ്റുമോ? ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആര് വന്ന് ക്ഷയിക്കാൻ്റെ തന്നു കഴിഞ്ഞാലും ആര് വന്ന് പിന്തുണ വയ്ക്കെന്ന് പറഞ്ഞാലും എല്ലാം കേട്ടോണ്ട് നിൽക്കാനേ പറ്റുള്ളൂ. എല്ലാവരും ഇവിടുത്തെ വോട്ടർമാരാണ്, ജനങ്ങളാണ്. അവരെ ചിലതൊക്കെ വേണ്ട, ചിലതൊക്കെ മതി എന്ന് അങ്ങനെ വേർതിരിച്ച് മാറ്റി നിർത്താൻ പറ്റും. വോട്ട് എപ്പോഴും വോട്ടാണ്. എല്ലാ വോട്ടിനും ഒരു പീഡിയെ തന്നെ വെറുതെ ഇത് കുത്തിപ്പിടിച്ചിരിക്കുന്ന ഒരാളും ഇവിടുത്തെ വലിയ കോടീശ്വരനായിട്ടുള്ള ഒരാളും രണ്ടുപേർക്കും വോട്ട് ഒരുപോലെയാണ്. ഒരേ വോട്ടാണ്, ഒരേ വിലയാണ്, ഒരേ മൂല്യമാണ്. അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പലരും വന്ന് പിന്തുണ വന്ന് സൗഹാർദ്ദം അടിച്ച് ക്ഷയിക്കാൻ തരുമായിരിക്കാം, കെട്ടിപ്പിടിക്കുമായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അതിൻ്റെ അകത്തൊരു ഒരു പ്രത്യേകത നമുക്ക് പറയേണ്ട കാര്യമില്ല. ചിലത് പത്രത്തിൽ വരുന്നു എന്നുള്ളതാണ്, എത്രയോ ഇതുള്ള നടക്കുന്നത് വരുന്നില്ല. ആറന്മുളയിൽ ജനവിധി തേടുകയാണ്. ആറന്മുളയിലെ ആളുകൾക്ക് എന്താണ് താങ്കളുടെ ഓഫർ? ആറന്മുളയിൽ നിന്നും ആദ്യമായിട്ട് ഒരു BJP MLA ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളത്? 70 വർഷം കൊണ്ട് LDF-നും UDF-നും ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ 5 വർഷം കൊണ്ട് ചെയ്യും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൻ്റെ ഒരു കാരണം, എനിക്ക് കേന്ദ്രത്തിൽ എല്ലാ സഹായവും ചെയ്തു തരാൻ ഒരു ശക്തനായ പ്രധാനമന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പദ്ധതികളും ജനക്ഷേമ പരിപാടികളും ഒന്നും വേണ്ട വേണ്ട എന്ന് പറയുന്ന MLA അല്ല. അതൊന്നും വേണ്ട വേണ്ട എന്നാണല്ലോ ഇതുവരെ പറയുന്നത്. വേണം വേണം. കേന്ദ്രത്തിൻ്റെത് MP വഴിയല്ലേ നമുക്ക് സാധിക്കുന്ന, MLA വഴിയും. പിന്നെ ബന്ധങ്ങൾ വെച്ചിട്ട് എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാം. സ്കീം കൊടുക്കണല്ലോ, പ്രസാദ് പദ്ധതി അല്ലെങ്കിൽ അമൃത് പദ്ധതി, ഇങ്ങനെ പല പദ്ധതികളുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പദ്ധതികൾ ധാരാളമുണ്ട്. പക്ഷെ അതിന് ഇച്ഛാശക്തി വേണം, അത് വേണം എന്നൊരാഗ്രഹം ഉണ്ടാവണം. അതിന് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. അതിന് പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ വിദഗ്ധന്മാരുണ്ടാകണം. ആ വിദഗ്ധ സമിതി അന്വേഷണം നടത്തി ഓരോരോ കാര്യങ്ങൾ ചെയ്യണം. അതിൻ്റെ പിന്നാലെ പോകണം, അതൊക്കെ സാങ്ഷനായി വാങ്ങണം. അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ പമ്പാ നദി, ഞാൻ ഉദാഹരണമാണ്. പമ്പാ നദി 382 കോടി രൂപയുടെ പമ്പ ആക്ഷൻ പ്ലാൻ എവിടെ? ഇവിടെ നല്ല MLA ഉണ്ടായിരുന്നെങ്കിൽ അത് ക്യാൻസലായി പോവുമോ? ഇല്ലല്ലോ. ഈ പമ്പാ നദി രക്ഷപ്പെടുത്തണ്ടേ? ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് വികസിത ആറന്മുള എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ സങ്കല്പമുണ്ട്. ഇതൊരു ഹെറിറ്റേജ് വില്ലേജാണ്. UNDP, UNO ഒക്കെ അംഗീകരിച്ചിട്ടുള്ളതാണ്.
അതേസമയം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമോ ഒന്നും വന്നിട്ടുമില്ല. ഇവിടുത്തെ പലതും GI ടാഗ് നേടിയിട്ടുള്ളതാണ്. ആറന്മുള കണ്ണാടി, ആറന്മുള വള്ളസദ്യ, ആറന്മുള പള്ളിയോട്, ഇങ്ങനെ എല്ലാം ഇവിടുത്തെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും അതെ, ഒരു ഹെറിറ്റേജ് യൂണിവേഴ്സിറ്റി വരണം ഇവിടെ. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പഠനങ്ങൾ നടത്തണം. ആ വിഷയങ്ങളെക്കുറിച്ച് പ്രാവീണ്യം നേടിയ ആളുകൾ പുറത്തേക്ക് വരണം. അപ്പോൾ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള പശ്ചാത്തലം ഒരുക്കണം. രണ്ടാമതായിട്ട് വ്യവസായം, വാണിജ്യം, വ്യാപാരം, കൃഷി, വിദ്യാഭ്യാസം, ടൂറിസം, ആരോഗ്യം, ഇങ്ങനെ നിരവധി മേഖലകളാണ്. ഇതിനെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നല്ല നല്ല പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കാൻ സാധിക്കും. MLA ഫണ്ടുണ്ട്, അല്ലാതെ തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിക്കണം. അതുപോലെ തന്നെ CSR ഫണ്ടുകൾ ഉപയോഗിക്കണം. എത്രയോ വൻകിട സ്ഥാപനങ്ങളെ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ താല്പര്യമുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്. CSR ഫണ്ട് ഉപയോഗിക്കണം. അപ്പോൾ പണമില്ല എന്നുള്ളതല്ല പ്രശ്നം, ഇത് നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധ ബുദ്ധി ഇല്ല എന്നുള്ളതാണ് ഈ നാടിൽ സംഭവിച്ചത്. 70 വർഷക്കാലം കൊണ്ട് സംഭവിച്ചതാണ്. ആരുമില്ല നോക്കാൻ, നാഥനില്ല എന്നുള്ളൊരവസ്ഥയാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ആറന്മുളയുടെ പൈതൃകം, ഈ ആറന്മുളയിലെ പച്ചപ്പ്, നല്ല മണ്ണ്, നല്ല മനുഷ്യർ, നല്ല വെള്ളം, നല്ല വായു, എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹീതമായ ഒരു പ്രദേശമാണ്. ഇവിടെ നമ്മുടെ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ യശസ്സിൻ്റെ നെറുകയിലേക്ക് ഈ ആറന്മുളയെ കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് ഇതിനെല്ലാം വ്യക്തമായിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ടുകളുണ്ട്. ഒരു വികസിത ആറന്മുള, 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം, നല്ല നല്ല സംരംഭങ്ങൾ ആരംഭിക്കണം, സാധിക്കും. ഇവിടെ വലിയ ചക്ക മഹോത്സവം നടന്നിട്ടൊരു സ്ഥലമാണ്, ദേശീയ ചക്ക മഹോത്സവം. അതെ, അത് പലരും കളിയാക്കിയവരുണ്ട്. പക്ഷെ ചക്ക മഹോത്സവം എന്നൊരു പ്രതീകമാണ്. ഇവിടെ നിന്ന് കിട്ടുന്ന പല വസ്തുക്കളെയും വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകൾ ഉണ്ടാകും. വള്ളസദ്യയുടെ നാടാണിത്. 68-ൽ പരം കറിക്കൂട്ടുകൾ ഉണ്ടാക്കിയിരുന്ന സ്ഥലമാണ്. അതും ജൈവമായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതൊക്കെ ആ പാചക കല ഉണ്ടായിരുന്നൊരു സ്ഥലം. ഫുഡ് പ്രോഡക്റ്റിന് വലിയ അറിയപ്പെടുന്ന സ്ഥലമല്ലേ. ഇവിടെ ആയിരുന്നു കൈത്തറിയുടെ കേന്ദ്രമായിരുന്നു. ആറന്മുള പാക്ക് എവിടെ പോയി, ആറന്മുള വിളക്ക് ഒക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്. ഇങ്ങനെ ഈ നാടിൻ്റെ മുഴുവൻ പ്രത്യേകതകളുള്ള നിരവധി കാര്യങ്ങളുള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്തെ ആ രീതിയിൽ വികസിപ്പിച്ചു കൊണ്ടുവന്നുകൂടാ? അത് എൻ്റെ ഞാൻ മുന്നോട്ടേക്ക് വെക്കുന്നത് അത് തന്നെയാണ്, വികസിത ആറന്മുള. താങ്കളുടെ ആ ഒരു വികസിത ആറന്മുള എന്നുള്ള ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, കേരയിൽ എന്ന് പറഞ്ഞ ഒരു വികസിത സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കിനും താങ്കൾ അതിനെ എതിർക്കുകയുണ്ടായി. കേരയിൽ എന്ന് പറയുമ്പോഴത്തേക്കിനും നമുക്ക് കേരളത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക്കാണ്. ട്രെയിൻ ആണെങ്കിൽ പോലും സമയങ്ങൾ എത്ര എടുക്കും? ഇവിടെ നിന്ന് നിരന്തരം പോണേ പോലും 3 മണിക്കൂർ താഴെ എടുക്കും. ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പോഴും ഫാസ്റ്റായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗങ്ങളല്ലേ അതൊക്കെ? അതെന്താണ് അതിനെ എതിർക്കുന്നത്? ഇപ്പോൾ ഹൈസ്പീഡ് റെയിൽവേയുടെ കാര്യം വന്നിട്ടുണ്ട്. തൂണുകളിൽ നിർത്തിക്കൊണ്ട് റെയിൽവേ. കേരളയിൽ അങ്ങനെയല്ല, മണ്ണിട്ട് നികത്തി കേരളത്തെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതുമൂലം ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതം വലുതാണ്. രണ്ടാമത്തെ രാജ്യങ്ങളിലൊക്കെ ഹൈസ്പീഡ് റെയിൽവേസ് എല്ലാം തൂണുകളിൽ തന്നെയാണ്. അതെ, അത് വേണം. അതാണിപ്പം ശ്രീധരൻ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഹൈസ്പീഡ് റെയിൽ പദ്ധതി എന്ന് പറയുന്നതാണ്. അത് വരട്ടെ. ഇനി അതും മാത്രമല്ല, ഈ ഗവൺമെന്റിന് ഒരു കേരളിനെ പറ്റി പറയാൻ എന്താ അവകാശം? കാരണം ഇവിടുത്തെ കേരളത്തെ റെയിൽവേ വികസിക്കാത്തതിന്റെ കാരണം എന്താ? സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കാത്തതാണ്. മൂന്നാം റെയിലും കൂടെ വന്നാൽ വളരെ ഹൈസ്പീഡ് ഈ പറയുന്ന മറ്റ് ട്രെയിനേക്കാളൊക്കെ എത്രയോ വേഗത്തിൽ നമുക്ക് കാര്യങ്ങൾ നടക്കും. ഒരു കേരയിൽ ഉണ്ടാക്കി ഈ നാട്ടിലെ ജനങ്ങളുടെ മുഴുവൻ ഭൂമി നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട്, ഇത്രയധികം ദുരിതവും ദുരന്തവും ഉണ്ടാക്കി ഒരു വികസനം കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഒരു 3ആം റെയിലിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കട്ടെ. അപ്പൊ അതിനുള്ള 100 കോടി രൂപ അനുവദിച്ചിരിക്കുക അതിന്റെ സർവേക്ക്. സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ റെയിലും കൂടി വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ, കാസർഗോഡ് വെറും 3 മണിക്കൂർ കൊണ്ടെത്താം. അങ്ങനെയല്ലേ ചെയ്യണ്ടേ? കാരണം ഇപ്പോഴുള്ള ഒരു റെയിലും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചെലവും കുറവാണ്, നഷ്ടം കുറവാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ജനങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല, കിട്ടുന്നതൊക്കെ സൗകര്യങ്ങൾ മാത്രമാണ്. രാജേട്ടൻ പറഞ്ഞ പോലെ 2 കാര്യങ്ങൾ, അതായത് ആറന്മുള എയർപോർട്ടിന്റെ സംഭവങ്ങളും കേരളിന്റെ പരിപാടികളുമൊക്കെ, ഈ പദ്ധതികളൊക്കെ അവതരിപ്പിക്കുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സയന്റിഫിക് സ്റ്റഡീസ് ചെയ്യാതെയാണോ? അതുകൊണ്ടല്ലേ ഈ പദ്ധതികളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതെ, മുൻകൂട്ടി യാതൊരു വിധത്തിലുള്ള പഠനവും നടത്താതെയാണ്.
പഠനം നടത്തി ജനങ്ങൾ, ഞാൻ അതാണ് അടുത്ത തലമുറയ്ക്ക് ഇവിടെ ജീവിക്കേണ്ടത്. വികസനം എന്ന് പറഞ്ഞാൽ മതിയോ? അടുത്ത തലമുറ ദുരിതപൂർണമായ ജീവിതം നയിക്കേണ്ടി വന്നൊരു സ്ഥിതിയിലേക്ക് വന്നാൽ എന്തായിരിക്കും സ്ഥിതി? കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനസാന്ദ്രതയുള്ളൊരു സ്ഥലമാണ്. മറ്റുള്ള ഇടത്തെ പോലെയല്ല. ഇവിടെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെ അതിന് വേണ്ടി വേസ്റ്റ് ലാൻഡൊന്നുമില്ല. അപ്പോൾ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ട് കുറേ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി അവരെ വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ട ചെറുകിട സംരംഭങ്ങൾ, അവരവർക്ക് തൊഴിൽ കിട്ടുന്ന ചെറുകിട സംരംഭങ്ങളിലൂടെ, ചെറുകിട വ്യവസായങ്ങളിലൂടെ, MSME, ചെറുകിട, മീഡിയം, ചെറുകിട, സൂക്ഷ്മ, ഇടത്തരം വ്യവസായങ്ങൾ, അതിലൂടെ തൊഴിൽദായകരെ ഉണ്ടാവും. തൊഴിൽദായകരായിട്ടുള്ള ആളുകൾ രംഗത്ത് വരും. അവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് ലോൺ കൊടുക്കുക, അവരെ അങ്ങനെ സമ്പന്നമാകുക. വൻകിട പ്രോജക്റ്റുകളെ കുറിച്ച് ചിന്തിച്ച് അത് തന്നെയല്ല ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഇതെല്ലാം ഒരു തട്ടിപ്പാണ്. ലക്ഷ്യം എന്താണ്? മനസ്സിലായി. ഈ പ്രൊപ്പഗാൻഡയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പദ്ധതികൾ വരുന്നത്. മനസ്സിലായി. യാഥാർത്ഥ്യബോധത്തോട് കൂടിയിട്ടുള്ളതല്ല. ഓക്കെ. ഒരു താങ്കളുടെ മണ്ഡലത്തിലെ ഒരു വോട്ടർ എന്നുള്ള രീതിയിൽ എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് ആദ്യം ചോദിക്കേണ്ട വോട്ടാണ്. ഞാൻ പരിഗണിക്കാം. നിങ്ങൾ പറയുന്നത് രാഷ്ട്രീയക്കാരെ പറയുന്നത് പരിഗണിക്കാം. പിന്നെ രണ്ടാമത്, ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ പ്രശ്നങ്ങൾ നന്നായിട്ട് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം. എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതിനെ കുറിച്ച് തരൂ. എനിക്ക് ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളത് എൻ്റെ പ്രശ്നമല്ല. പക്ഷേ നാട് നന്നാവണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ ജനങ്ങൾ എന്ത് പറയുന്നു, എന്ത് ചിന്തിക്കുന്നു, എങ്ങനെ അവർ കഴിയുന്നു എന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള നിർദ്ദേശങ്ങൾ ഈ നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് തരണം. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ബന്ധുമിത്രാദികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ, അത് തന്നെയല്ല ഈ രംഗത്ത് ഒട്ടേറെ പരിചയമുള്ള ഒരാളാണ്. നിരവധി ആളുകളെ കാണുന്ന ഒരാളാണ്, സംസാരിക്കുന്ന ഒരാളാണ്, ആശയവിനിമയം നടത്തുന്ന ഒരാളാണ്. അപ്പം ആ നിലയ്ക്ക് നിരവധി ആശയങ്ങൾ കിട്ടും. എനിക്ക് വേണ്ടത് ആശയങ്ങളാണ്. ആ ആശയങ്ങൾ തരൂ. നമുക്കതിനെല്ലാം വെച്ചുകൊണ്ട് ഈ നാടിനെ ഉയർത്തി, നമുക്ക് വലുത് നാടാണ്, ജനങ്ങളാണ്. അതുകൊണ്ട് ആറന്മുള എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണ്. അത് സാധ്യതമാകണം. അതിന് നിങ്ങളെപ്പോലുള്ളവരുടെ സഹായവും ആവശ്യമാണ്. അവസാനമായി ആറന്മുളയിലെ ജനങ്ങളോടും അതേപോലെ തന്നെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ജനങ്ങളോടും എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ആറന്മുളയിലെ ജനങ്ങളോട് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരു വിഷയം എന്താണ്? നമ്മളെല്ലാം വിലയേറിയ വോട്ട് അത് ഈ നാടിന് വേണ്ടിയായിരിക്കണം. ഓക്കെ. വ്യക്തിപരമായ സ്വാർത്ഥപരമായ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ആവരുത്. ബന്ധങ്ങൾ മാറ്റിവെക്കുക. എന്നുവെച്ച് കഴിഞ്ഞാൽ ആ പാർട്ടിയുടെ ആള് ഇങ്ങനെയുള്ള അങ്ങനെ സഹായിക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിടുക. നാടിന് വേണ്ടി ഒരു വോട്ട്, നാട്ടിലെ വികസനത്തിന് വേണ്ടി ഒരു വോട്ട്, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഒരു വോട്ട്, ഈ നാടിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഒരാട്ട്. ഞാൻ ചോദിക്കുന്നത് അത് മാത്രമാണ്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളത് മനസ്സിലാക്കും. ഞാൻ ഈ നാട്ടിൽ ഇവിടുത്തെ മണ്ണും വെള്ളവും വായുവും എല്ലാം കണ്ടിട്ടുള്ള ഒരാളാണ്. ഈ നാട്ടിലെ ജനങ്ങളെ എനിക്കറിയാം. ഞാൻ ജനങ്ങളിലുണ്ട്, ജനങ്ങൾ എന്നിലുമുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാലും താങ്കളുടെ ഒരു വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 70 വർഷം കൊണ്ട് നടക്കാത്ത കാര്യങ്ങൾ അടുത്ത 5 വർഷത്തിൽ ഞാൻ നടത്തിയിരിക്കും. തീർച്ചയായിട്ടും കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാ പശ്ചാത്തല സൗകര്യങ്ങളും ഉള്ളൊരു നാടാണ്. ഇവിടെ ഒരു പൈതൃ കഴിഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ട് വരേണ്ട കാര്യം ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നല്ല മണ്ണുണ്ടല്ലോ, കൃഷിക്ക് പറ്റിയ സ്ഥലമാണ്. പമ്പാ നദി ഉണ്ടല്ലോ, വെള്ളമുണ്ട്. പക്ഷെ വറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് പ്രശ്നം. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം. താങ്കളെ കുറെ നാളുകളായിട്ട് TV-യിലും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് എനിക്ക് ഞാൻ 1-2 പരിപാടികളിൽ താങ്കളെ ദൂരെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ സാധിച്ചതും. ഒരു എന്താ പറയാ, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു കുടുംബ ജീവിതം പോലും മാറ്റിവെച്ച് ഇത്രയും ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച ആ ഒരു മനസ്സിനും ആ ഒരു ഇതിനും എല്ലാവിധ ആശംസകളും, ഈ തെരഞ്ഞെടുപ്പിലും എല്ലാവിധ ആശംസകളും. ആൻഡ് താങ്ക് യു ഫോർ കമ്മിങ് ടു ചാറ്റ് വിത്ത് ബക്ര. നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ഓക്കെ.